Praise the Lord. Praise the Lord. Praise the Lord. Taran. Hallelujah. Hallelujah. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. Thank God for this wonderful night. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ A very blessed fasting prayer. നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കേണ്ടതിന് So that I may preach the word of God. പരിശുദ്ധനായ ദൈവം എനിക്ക് ഒരുക്കിയ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. Thank God for the wonderful time He has prepared for me to be in your midst. ദൈവജനം എവിടെയെല്ലാം ഉപവസിച്ചിട്ടുണ്ടോ, Wherever the people of God had fasted, അവിടെയെല്ലാം ദൈവം ഇറങ്ങിയിട്ടുണ്ട്. God has come in their midst in every place. ദൈവജനം എവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയിട്ടുണ്ടോ, Wherever the people of God have knelt down for prayer, ആ സ്ഥലത്ത് എന്തുമാത്രം പൂജകൾ നടന്നാലും, whatever pujas take place in that place, ആ ദേശത്ത് ഏത് തരത്തിലെ ആഭിചാരങ്ങൾ നിന്നാലും, whatever witchcraft is in that land, ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, a child of God who is praying to God, അവിടെ ഇറങ്ങുന്നവനാണ് നമ്മുടെ ദൈവം. our God comes into their midst. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many people believe? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many people believe? ആ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. If you believe, lift your hands and praise God. Clap your hands. Hallelujah. Praise the Lord. Praise the Lord. ഈ നല്ല സമയത്ത് ഓർത്തോ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. Thank God for this wonderful time. 2012 ഞാൻ ഇവിടെ വന്നതാണ്. 2012 I had come here. Praise the Lord. Praise the Lord. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായി ചില കാര്യങ്ങൾ ഇടപെട്ടു. The Holy Spirit dealt with us in certain issues in that day. എന്നാൽ 2014 സ്വർഗ്ഗത്തിൽ ദൈവം എന്നോട് കൊണ്ടുവരണ്ടായി തീർന്നു. 2014 the Lord brought me here. Glory. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും. I believe God will do miracles tonight. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും. I believe God will do amazing miracles tonight. അത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. It will happen in your family. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. It will happen in your lives. അത് നിന്റെ ശരീരത്തിൽ സംഭവിക്കും. It will happen in your bodies. പരിശുദ്ധാത്മാവിനെ എടുത്ത് കുടയാൻ പോവുക. The Holy Spirit is going to shake you. പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. Holy Spirit is going to lift you up. ഇരുന്നു പോയ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. Whoever has been pushed down is going to be lifted up. എഴുന്നേൽക്കാത്ത ഇടത്ത് നീ എഴുന്നേൽക്കാൻ പോകുക. Wherever you cannot get up, you are going to get up. ചലിക്കാൻ പറ്റാത്തടത്ത് നിന്നെ ദൈവം ചലിപ്പിക്കാൻ പോകുക. Where you cannot move, God is going to move you. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു? Why am I saying like this? ഉപവസിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. When you fast, miracles will take place. പ്രാർത്ഥിക്കുമ്പോൾ ജയമുണ്ടാകും. When you pray, big things will happen. പരാജയമെന്ന് തോന്നുന്നത് ജയത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ ദൈവം. Whatever seems to be a defeat, God will bring it into victory. നീ തോറ്റെന്ന് സമ്മതിച്ചാലും നീ തോറ്റെന്ന് ദൈവം പറയത്തില്ല. Even if you say you have failed, God will not call it a failure. നീ തകർന്നെന്ന് പറഞ്ഞാലും ദൈവം പറയത്തില്ല തകർന്നു പോയെന്ന്. Even if you feel you are a failure, God does not see you as a failure. ദൈവത്തിന് നിന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പാനുണ്ട്. God has a plan in your life. ദൈവത്തിന് നിന്നെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കാനുണ്ട്. God has something to do with you. നിന്നിലൂടെ അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കും. God is going to do impossibilities through you. നീ ജയത്തിന്റെ സാക്ഷ്യമായി മാറപ്പെടും. When you say you are an amazing witness of God, നിന്നിൽ നിന്നും പരാജയത്തിന്റെ സാക്ഷികൾ മാറാൻ പോകുന്നു. oh, the witnesses of defeat and failure is going to move away from your life. 2014 കഴിയുമ്പോൾ നിനക്കൊരു ജയത്തിന്റെ സാക്ഷ്യമുണ്ടാകും. By the end of 2014, you will have a testimony of victory, victory, victory. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി hallelujah. Praise God. Oh, glory. Glory. Praise the Lord. Praise the Lord. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. Our God is the living God. നമ്മുടെ യേശുവിനെ കല്ലറയ്ക്കകത്ത് കയറാൻ അറിയാം. Our God knows to get into the tomb. Thank you. നമ്മുടെ ദൈവത്തിന് കല്ലറയുടെ അകത്തുനിന്ന് പുറത്തു വരാൻ അറിയാം. God knows how to come out of the tomb. ലാസറിനെ കല്ലറയിൽ വെക്കപ്പെടുമ്പോൾ ആ കല്ലുരുട്ടാൻ ആള് വേണം. When Lazarus has to come out of the tomb, we need people to bring that person out. പക്ഷേ യേശു അകത്തിരുന്നാല് കല്ലുരുട്ടാൻ ആള് വേണ്ട, ദൂതൻ ഇറങ്ങും. Oh, Jesus is inside you. You don't need an angel. He will come out by himself. ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞേ, oh child of God, ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞേ, oh worshiping child of God, നിന്നെയും നിന്റെ കുടുംബത്തെയും കല്ലറയ്ക്കകത്ത് വെച്ചാൽ, if you and your family is kept inside the tomb, നിന്റെ പ്രാർത്ഥനാ വിഷയം നടക്കത്തില്ലെന്ന് പറഞ്ഞ് കല്ലറയ്ക്കകത്ത് വെച്ചാൽ, if you are put inside the tomb saying your prayer will not be answered, ഇതിനെ തുറക്കുവാൻ ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്മാരാ, there are angels who are going to open the tomb. ഇന്ന് രാത്രി ഞാൻ കാണുന്നു ദൈവദൂതന്മാർ ഇറങ്ങാൻ പോകുകയാ. Tonight I see angels all around. നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതൻ
Oh, there is an angel for you. നിനക്ക് വേണ്ടി വരുന്ന ദൈവം, There is a God coming for you. നിനക്ക് വേണ്ടി ഇറങ്ങുന്നവൻ, There is a God coming for you. നിന്നെ വധിക്കിയ സ്ഥലത്ത്, Oh, where you are pushed down, നിന്നെ തകർത്ത് കളഞ്ഞ സ്ഥലത്ത്, where you were destroyed, നിനക്ക് വേണ്ടി ദൂതൻ പോയിട്ടുണ്ട്. an angel has gone for you. നിനക്ക് പുറത്തു വരുവാൻ For you to come out. ഈ ദിവസം മതിയായതാണ്. See how God is capable. ഇത് നിന്റെ ദിവസമാ. Today is your day. നൂറുകണക്കിന് ദിവസങ്ങൾ Hundreds of days. ശത്രു പ്രവർത്തിച്ചുവെങ്കിൽ The devil pushed you down. ഒറ്റ ദിവസം കൊണ്ട് One day നീ പൂർണ്ണമായി പുറത്തു വരും. you are going to come out. ഹല്ലേലൂയ. Glory. ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. Hallelujah. Praise the Lord. Hallelujah. സ്വർഗ്ഗത്തിൽ ദൈവം നമ്മുടെ മധ്യമുണ്ട്. Oh, the God of heaven is in our midst. നമ്മെ ചലിപ്പിക്കുന്ന നമ്മുടെ ദൈവമാണ്. It is God who makes us to move. നമ്മുടെ ദൈവം നമ്മെ ചലിപ്പിക്കാൻ തുടങ്ങിയാൽ, If our God begins to move us, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ശക്തി പകർന്നാൽ, if God begins to pull His strength in us, നമ്മുടെ ദൈവം നമ്മുടെ കയ്യെ ചലിപ്പിച്ചാൽ, our God begins to move our hand. ഇതിനെ കെട്ടാൻ ആരുണ്ട്? Who can bind us? Glory. Glory. Oh, oh, oh. 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 Sodram. ആരുണ്ട് കെട്ടാൻ? Who can bind the church? നിന്നെ കെട്ടാൻ ആരുണ്ട്? Who is there to bind you? നിന്നെ ഒതുക്കാൻ ആരുണ്ട്? Who can push you down? നിന്നെ ഇരുത്തിക്കളയാൻ ആരുണ്ട്? Who can keep you seated? ദൈവം ഇരുത്തുന്നവനല്ല, God does not push you down. ദൈവം എഴുന്നേൽപ്പിക്കുന്നവനാണ്. Oh, God lifts you up. ഹല്ലേലൂയ. Hallelujah. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe this? എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe this? എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe? ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ ഞാൻ വിളിച്ചു പറയുക, In the Holy Spirit I say, എവിടെയെല്ലാം ദൈവമക്കൾ ഇരുന്നു പോയിട്ടുണ്ടോ, wherever the children of God were pushed down, എവിടെയെല്ലാം ആരാധിക്കുന്നവർ ഇരുന്നു പോയിട്ടുണ്ടോ, wherever the worshippers were pushed down, എവിടെയൊക്കെ ദൈവ പൈതൽ ഉടഞ്ഞിട്ടുണ്ടോ, wherever the child of God was broken, അവിടെ വെച്ച് പണിതെടുക്കുന്നവനോ ദൈവം. our God builds them right there. Hallelujah. അവിടെ വെച്ച് പൊക്കിയെടുക്കുന്നവനോ ദൈവം. Our God picks us from there. നീ വീണു പോകുമ്പോൾ നീ തിരിച്ചറിയണം. You should know when you fall. നീ തകർന്നു പോകുമ്പോൾ നീ തിരിച്ചറിയണം. You should know when you're broken. നിന്നെ തകർച്ച താങ്ങുന്ന ഒരു ദൈവമുണ്ട്. There is a God who holds you in His hand. നീ ഉടഞ്ഞത് ദൈവം അറിയാതെയല്ല. God knows that you were broken. നീ തകർന്നു പോയത് ദൈവം അറിയാതെയല്ല. God knows that you are broken. നീ കരയുമ്പോൾ അവൻ കാണുന്നുണ്ടായിരുന്നു. When you cried, He was watching. നീ വേദനയോടെ നടക്കുമ്പോൾ അവൻ കാണുന്നുണ്ടായിരുന്നു. When you were in pain, He knew. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തുവാനാ യേശു വന്നിരിക്കുന്നത്. Jesus has come to solve your problem. നമ്മുടെ യേശു പ്രശ്ന പരിഹാരകനാണ്. Our Jesus is a solver. നമ്മുടെ യേശു പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല. Our Jesus does not make problems. അവൻ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. He is the solution provider. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe this? എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe നിന്റെ this? പ്രശ്നം ദൈവം പരിഹരിക്കും. God will solve your നിന്റെ problem. കുടുംബത്തിനകത്തുള്ള പ്രതികൂലം ദൈവം പൊട്ടിക്കും. Every opposition in your family will be broken. ഇന്ന് നീ പുറത്തു വരികയാണ്. Today you are coming out. നീ പുറത്തു വരാത്ത തരത്തിൽ ബന്ധിച്ച ബന്ധനം, There are things which have binded you. നിന്റെ കുടുംബമായി ബന്ധിച്ച ബന്ധനം According to the family, they bound you. യേശു പൊട്ടിച്ചു നിന്നെ പുറത്തെടുക്കുക. Jesus is breaking and bringing you out. Praise the Lord. Praise the Lord. Glory, glory. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The tremendous presence of God is here. ദൈവത്തിന്റെ ജനം തിരിച്ചറിയുക, The people of God know. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. Our God makes impossibilities possibilities. Glory. Amen. മോശയുടെ കയ്യിൽ നിന്നും വീഴുന്ന വടി, The stick that fell from the hand of Moses, അത് പാമ്പായി കഴിഞ്ഞാൽ, when it becomes a snake, അതിനെ പിടിക്കുവാൻ തക്കവണ്ണം ദൈവം പറയുന്നത് വരെയും, till God tells it to catch it by the tail, അത് പാമ്പായിരിക്കും. it will be a snake. Amen. Glory. Hallelujah. പക്ഷെ ദൈവം പിടിക്കാൻ പറഞ്ഞാൽ, But when God tells you to take, but when God tells you to take, Sodram, ചിലപ്പോ നിന്റെ മകൻ നിന്റെ കൈവിട്ട് പോയ ഒരു പാമ്പായിരിക്കാം. maybe your son left your hand, it may be a snake now. ചിലപ്പോ നിന്റെ പ്രതീക്ഷകൾക്ക് വിരോധമായിട്ടായിരിക്കാം നിന്റെ വീട്ടിൽ ഏതോ വ്യക്തി ചലിക്കുന്നത്. Maybe somebody in your family is moving against you, against your expectation. പക്ഷെ നീ ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, But if you are in the house praying, നിന്നോട് ദൈവം പറയും, പിടിക്കാൻ പറയും. the Lord will tell you, catch the snake. Glory.
Amen. Oh, Sotram. ആമേൻ. Amen. ചിലതിനെ പിടിക്കും, Amen. ചിലതിനെ പൊക്കിയെടുക്കും, Amen. ചിലതിനെ തട്ടിയെടുക്കും. Amen. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് പറയട്ടെ, The Holy Spirit says, പാമ്പായി തീരുന്നതാകുന്ന വടി the stick that became a snake, അത് എങ്ങനെ മുമ്പിരുന്നുവോ how it was before, അതിനെ അങ്ങനെ ആക്കിയെടുക്കുവാൻ to make it exactly like that. പരിശുദ്ധനാകുന്ന ദൈവം The Holy God, മോശയോട് പറയുന്നു, he tells Moses, പിടിയതിന്റെ വാലിൽ. hold his tail. ഇന്ന് രാത്രി നമുക്ക് പിടി കിട്ടിയിരിക്കുക. Tonight we have got the tail. എത്ര പേർക്ക് ദൂത മനസ്സിലാകുന്നു? How many people understand that? Glory. നിന്നെ തകർത്ത ശത്രുവിനെ, The devil who destroyed you, നിന്നെ ഉടച്ചതിനെ, ഹല്ലേലൂയ, the one who broke you, നിനക്ക് പിടി കിട്ടിയിരിക്കുക. you have got it today. നിന്നെ തകർത്തതിനെ, Oh, the demon that destroyed you, നിനക്ക് തന്നെ പിടി കിട്ടിയിരിക്കുക. you yourself have got it. നീ തന്നെ വിളിച്ചു പറയുകയാണ്, You are saying out, നീ ഇന്നലെ വരെ എന്നെ വധിക്കി, yesterday, till yesterday, you were you tried to defeat me. കഴിഞ്ഞ നാൾ വരെ നീ എന്നെ മാനസികമായി ടെൻഷൻ പിടിപ്പിച്ചു. Till yesterday, you brought mental problem for you. ഇന്ന് തൊട്ട് എന്നെ പിടിക്കാൻ പറ്റില്ല. From today, you cannot catch me. കാരണം എന്നോട് ദൈവം പറയുന്നു, The Lord tells me, നിന്നെ ഒതുക്കാൻ എനിക്കൊരു ആത്മശക്തി ഉണ്ട്. I have the power to destroy the works of the devil. നിന്നെ പിടിച്ചെടുക്കുന്ന ഒരു ശക്തി എനിക്കുണ്ട്. There is a power which I have to lift you up. നിനക്കൊരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാ. For you, the work of God is going to manifest tonight. നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നീ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? Are you not moving in a way, not knowing what to do? പക്ഷേ ദൈവം നിന്നോട് പറയുകയാണ്, But the Lord is telling you, നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചൊരു യേശുവുണ്ട്. there is a Jesus who died on the cross for you. അവനാൽ നിന്റെ പ്രശ്നങ്ങളെ പരിഹാരം ഉണ്ടാകപ്പെടാൻ He is the പോകുന്നു. one who is going to solve the problems of your time. നിന്റെ ഉയർച്ചകളെ തടഞ്ഞ ദുഷ്ടൻ ഇന്ന് രാത്രി മാറുകയാണ്. Tonight, the devil who stopped all your growth is moving away. നീ ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവം നിന്നെ ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുകയാണ്. Tonight, God is raising you to shine for Jesus. നിന്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലുതാണ്. Your selection is very high. നീ തള്ളപ്പെട്ടവനല്ല, You are not a rejected നീ man. ഉടയപ്പെട്ടവനല്ല. You are not a broken man. നിന്നെ തെരഞ്ഞെടുത്ത യേശു Jesus who lifted you. ഉടഞ്ഞവരുടെ നടുവിൽ നിന്നെ അയക്കാൻ പോകുകയാ. God is going to send you to those who are broken. തകർന്നവരുടെ നടുവിൽ ദൈവം നിന്നെ അയക്കാൻ He പോകുകയാ. is going to send you those who are far ഇവൻ away. എങ്ങനെയാണ് ഇങ്ങനെ ആള് മാറിയത്? How did you become like this? എങ്ങനെയാണ് ഇവൻ പ്രസംഗിക്കുന്നത്? How is he preaching? എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? How is he praying? ഇതാരാണ് പഠിപ്പിച്ചത്? Who taught him? ആരാണ് ഇങ്ങനെ ഒരുക്കിയത്? Who prepared him? നിനക്കൊരു കാര്യം പറയാനുണ്ടോ? There is something you have to എന്റെ say. യേശു മാറ്റിയതാ, Hey, Jesus changed എന്റെ me. ദൈവം മാറ്റിയതാ. My God changed me. Hallelujah. Praise the Lord. Praise the Lord. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയുക, Tonight, children of God know നമ്മുടെ ദൈവത്തിന് മാത്രമേ only our God. ഏതിനെയും പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. He is the only one who can capture anything. Hallelujah. കർത്താവ് പിടിക്കാൻ പറയുന്ന സമയത്തിൽ When the Lord tells you to hold, നമ്മൾ പിടിച്ചാൽ if we hold, കറക്റ്റ് വടിയാവും. that will be the stick. കർത്താവ് പറയുമ്പോഴേ പിടിക്കാവോ? സ്തോത്രം. Glory. രാമൻ പറഞ്ഞേ. Hallelujah. Amen. പക്ഷെ നിനക്കൊരവസരം നിശ്ചയമായി ദൈവം തരും. God will give you an opportunity to hold the tail of the snake. Thank you, Lord. നീ ആരുടെ കയ്യിൽ നിന്ന് തറയിൽ വീണ് പാമ്പായത്? From whose hand did you become a snake? Moses. മോശയുടെ കയ്യിൽ നിന്നും വീണതാകുന്ന വടി പാമ്പാകുമ്പോൾ, If the stick that fell from the hand of Moses becomes a serpent, മോശയ്ക്കറിയാം അത് പാമ്പായെന്ന്. Moses knows it has become a snake. Glory. Glory. Hallelujah. Hallelujah. നിന്റെ മനം തിരിയുമ്പോൾ നിനക്കറിയാം. When your mind changes, you know. ആ പ്രതികൂലം വരുമ്പോൾ നിനക്കറിയാം. When the problem comes, you know. അതിനെ പിടിക്കുന്ന കൃപയായി ഇന്ന് രാത്രി ദൈവം തരാൻ പോകുന്നു. Tonight you have the grace to catch the snake by the tail. In Jesus' name we receive it. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയാ. Tonight the Holy Spirit നിന്റെ says, സ്വപ്നത്തിൽ പാമ്പ് ചുറ്റുകയാണെങ്കിൽ, if in your dream the serpent is twisting, നിന്നെ ദുർസ്വപ്നത്താൽ ബന്ധിക്കുകയാണെങ്കിൽ, if by an evil spirit is trying to hold you in the ഇന്ന് dream, രാത്രി നിന്നെ കൊണ്ട് തന്നെ ദൈവം അതിനെ ഒതുക്കാൻ പോകുകയാ. tonight using yourself, God is going to release that snake. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe? എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe? ഹല്ലേലൂയ. Hallelujah. ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂതാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത്. I told you what the Holy Spirit gave me. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നല്ല ഒരു ആലോചന നിങ്ങളുടെ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. Tonight the Holy Spirit has given me a good advice through the word of God. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God again for this wonderful time. Glory.
കർത്താവിന്റെ വിലപ്പെട്ട ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുക. Thank God for the wonderful servant of God. ഞാൻ ഇവിടെ നിന്ന് മലയാളത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. Many people may not understand when I preach in Malayalam. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക തരത്തിലൊരു വാക്ക് അല്ലെങ്കിൽ അവകളെ പറയുവാൻ തക്കവണ്ണം ദൈവം ഈ ഭക്തനെ ഒരുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Oh, thank God for this man of God. Glory, glory, glory. Hallelujah. അനേക ഭാഷകളിൽ ഇനിയും കൈകാര്യം ചെയ്യാൻ ദൈവം ഒരുക്കും. I pray God will prepare you to do this in many languages. Glory. Praise the Lord. Hallelujah. ദൈവം ജീവിക്കുന്നവനാണ്. Our God is a living God. ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവഭക്തന്മാരെ ഓർത്ത് ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. Thank God for each servants of God and all of you tonight. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. God will do great things for us. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കാം. Matthew 14:25-26 onwards. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. Let us move forward in the word of God. നമ്മുടെ മുന്നേ പോകേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. The word of God must go before us. ദൈവത്തിന്റെ ദൂതന്മാരാണ് മുന്നോട്ട് പോകേണ്ടത്. The angels must go forward. നമുക്ക് അതിന്റെ പിന്നിൽ നിൽക്കാം. Let us stand behind. നമുക്ക് ജയമെടുക്കാൻ പറ്റും. Let us take victory. വായിച്ചോട്ടെ. Praise the Lord. Hallelujah. And in the fourth watch of the night, Jesus went unto them walking on the sea. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിൽ മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. Glory. Amen. Hallelujah. Amen. ആമേൻ. അതിന്റെ 24-ാം വാക്യം കൂടെ വായിച്ചേ. Let's read verse 24 also. Hallelujah. Quick. But the ship was now in the midst of the sea, tossed with waves, for the wind was contrary. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ ജനം വചനത്തെ ശ്രദ്ധിക്കുക. People of God, please focus on the word. 5 അപ്പോൾ 2 മീനും കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം, after Jesus fed the multitude with 5 fish, 5 loaves and 2 fish, ഇതെല്ലാം ഈ ശിഷ്യന്മാര് 5000 പേർക്കും പ്രൈസ് ദി ലോർഡ് വിളമ്പി കഴിഞ്ഞതിന് ശേഷം, after the disciples all had this food, യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, Jesus said like this, നിങ്ങൾ അക്കരെ പോണം. go to the other side. ആര് പോണം? Who should go? വിളമ്പിയവർ പോണം. The one who served must go. Glory. പോവോ? പോകാം. സ്തോത്രം. പോവാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പോകാം. Glory. പിന്നെ നമ്മൾ എന്തിനായിരിക്കുന്നില്ലയോ? Why are we sitting here? Praise the Lord. ദൈവം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നീ ചെയ്യണം. If God entrusts you with a mission or a mission, do it. അവർ അത്രത്തോളം ക്ഷീണിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. They were so tired. 5000 പേർക്ക് ഈ 12 പേർ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ വിളമ്പുമ്പോൾ ചെറിയ കാര്യമല്ലത്. You know, when 12 disciples are serving 5000 people, it's not a small thing. അവർ അത്രയും വലിയ ഒരു കാര്യമാണ് ചെയ്തത്. They had just done a big thing. പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, ചെയ്ത നിങ്ങളെ കൊണ്ട് ഇനി എനിക്കൊന്ന് ചെയ്യിപ്പിക്കാനുണ്ട്. God says, now I want to do even something more with you. Hallelujah. 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 ദൈവത്തിന്റെ ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. God has some plans to do through you. നിന്റെ ഭാരം നന്നായി അറിയുന്നവൻ, He knows your burden. നിന്റെ വേദന നന്നായി അറിയുന്നവൻ, He knows your pain. നിന്റെ ഭാരം നീ ഇറക്കി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. You tell God after taking care of your burden. നിന്നിലൂടെ ചില ദൈവിക പ്രവർത്തനങ്ങൾ ദൈവം ആരംഭിക്കും. God will start some things through you. Glory. Praise the Lord. Praise the Lord. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, Jesus is telling his disciples, നിങ്ങൾ അക്കരെ പോകുവിൻ. go to the other side. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. I'm not coming with you. ഞാൻ മലയിലോട്ട് പോകുക. I'm going to the mountain. എന്തിനാ യേശു മലയിൽ പോയത്? Why did Jesus go to the mountain? യേശു അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. The Bible says Jesus went up and prayed. യേശു ഉയർന്ന മലയിൽ ഇരിക്കുമ്പോൾ, when Jesus is on top of the mountain, തന്റെ ശിഷ്യന്മാർ ഈ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. his disciples were traveling through the water. ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ, when they were traveling on the boat, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവർക്കറിയത്തില്ല. they do not know what was going to happen. Glory. പക്ഷേ അയച്ചവൻ അറിയാം. Oh, but the one who sent knows. Hallelujah. Don't fear, let the word come. Glory. Hallelujah. Hallelujah. അയച്ചവൻ അറിയാം. The one who sent knows. ഇതെന്തുകൊണ്ട് തുടങ്ങി ദൈവത്തിന് അറിയോ. God knows why he started this. ഒരു ഉണർവിന് വേണ്ടി, for a revival, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഹോളിന് വേണ്ടി, for a big hall, ഒരു കൂട്ടം ജനം വിടുവിക്കാൻ വേണ്ടി, for a group of, for all the people, ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി, for a big anointing, ഒരു നിറവിന് വേണ്ടി, for a fullness, ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി, oh for a hope, ഒരു തീയുടെ അഭിഷേകത്തിന് വേണ്ടി, oh for a fire anointing. നിന്നെ തൊടുകയാണ്. The Holy Spirit is touching you. നിനക്ക് ആവശ്യമുള്ളത് ഇന്ന് രാത്രി ദൈവം തരുകയാണ്. What you need, the Lord is giving you tonight. ഹല്ലേലൂയ. Hallelujah. നിന്നോട് ദൈവം
പരിശുദ്ധാത്മാവ് പറയുന്നു, The Holy Spirit tells you, നിന്നെ മുന്നോട്ട് നടത്തുന്നത് the one who takes you forward. ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ If you are sure God is the one, നീ നേരിടുന്ന പ്രശ്നങ്ങൾ the problems which you face, യേശുവിനാൽ പരിഹരിക്കുന്ന രാത്രി tonight is the night which Jesus will solve it. യേശുവിനാൽ നടത്തപ്പെടും. Oh, it will be destroyed by Jesus. നിന്റെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റില്ല, What your parents can do, people cannot do. സഭക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, People in the church cannot do. ദേശക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. People in the world cannot do. പക്ഷെ ചെയ്യുന്നവൻ വന്നിട്ടുണ്ട്, But the one who is doing has come. പ്രവർത്തിക്കുന്നവൻ വന്നിട്ടുണ്ട്. The one who is working has come. Hallelujah. Glory, 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 glory. Hallelujah. ആ മോളെ ഇങ്ങോട്ട് വരാൻ പറ. Lisa, come. The one ഏറ്റവും പുറകില്. മുമ്പിരിക്കുന്ന ആള് വെളുത്ത മോള്. Lisa, come. വരാൻ പറ്റുമോ? അവള് പിടിക്കുക, അവള് വരും. Glory. അവളുടെ അമ്മയും കൂടെ വിളിക്കട്ടെ. വിളിച്ചോ. Sue sister, you also come. Come Lisa, come, come. Lisa, come. Good. Praise God. Hallelujah. The Lord is telling you something. He will tell you. ദൈവാത്മാവിന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. The power of God is going to come upon her. ഇവരെ യേശു തൊട്ടിരിക്കുകയാണ്. Jesus has touched her. ഇവർക്ക് വേണ്ടിയുള്ളത് ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. God has already done what is required for her. നിനക്ക് കഴിയാത്ത ദൈവം ചെയ്യാൻ പോകുകയാണ്. God is going to do, Lisa, what you cannot do. നിന്റെ റൂമിനകത്ത് നീ ബന്ധിക്കപ്പെട്ട ആൾ കിടക്കത്തില്ല. Even if you are bound, you cannot be in your room. നിന്നെ പുറത്തെടുത്തു ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. God is going to take you out and honor you. നീ വെള്ളത്തിൽ കിടന്ന് മുങ്ങി ചാകത്തില്ല. You will not drown in water. നിന്നെ കാണുന്ന ദൈവം ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. The God who sees you is here. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. He is a God who makes impossibilities possibilities. അവന്റെ അത്ഭുതം ഇവിടെ നടക്കാൻ പോകുകയാണ്. His miracle is taking place. അവന്റെ ശക്തി വ്യാപരിക്കാൻ His പോകുകയാണ്. power is going to move. അവന്റെ പ്രവൃത്തി വെളിപ്പെടാൻ His പോകുകയാണ്. work is going to go. അവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുന്നു. His power is going to come. ദൈവാത്മാവിന്റെ പവർ വ്യാപരിക്കട്ടെ. ദൈവശക്തി ശക്തി ശക്തി ആത്മാവിന്റെ ശക്തി Release, Lord. Release, Lord. Touch. Jesus, thank you. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. I have given you the authority to tread on serpents, to trample scorpions. ഈ സഭയെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും ആരംഭിക്കാൻ പോകുന്നു. The calling of this church is beginning. ഇതിനകത്ത് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്നിലൂടെ ദൈവ പ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാണ്. Child of God, you are worshiping this church. The work of God will begin through you. നീ വെറുതെ കൈയടിച്ചിരിക്കുന്നവൻ മാത്രമല്ല, നിന്റെ കൈ കൊണ്ട് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. Even through your hands, God is going to do awesome. അടിക്കാൻ കഴിയാത്തതിന് സ്വർഗ്ഗത്തിൽ ദൈവം നിന്റെ കൈ വഴി അടിക്കാൻ പോകുകയാണ്. God is going to use your hand. ശത്രു വധിക്കെതിരെ ദൈവം നിന്നോട് അടിക്കാൻ പോകുകയാണ്. God is going to use you as a vessel. യേശു ചെയ്യുകയാണ്. God is doing this miracle. ദൈവശക്തി വ്യാപരിക്കട്ടെ. Fire. Jesus. തന്നെ ഒതുക്കിയ കെട്ടുകൾ താൻ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തോടെ സവിക്കം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. Yes. Yes. Yes, Lord. Thank you, Lord. Glory, glory, glory. Thank you. In the name of Jesus. Hold a hand. ദൈവശക്തി നിന്റെ മേൽ തൊട്ടിരിക്കുക. Hallelujah. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. Amen. നീ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. Amen. അപ്പന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. Tonight. നീ നാളുകളെ കരഞ്ഞും നീ നാളുകളെ വിഷമിച്ചും നീറിപ്പുകഞ്ഞ ഭൂമിക്കകത്ത് തീയിട്ടിട്ട് അത് കടന്ന് നീറുന്നത് പോലെ നീറുന്ന മാതാവേ, നിന്റെ ശരീരത്തിന്റെ അകത്ത്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീറ്റലുണ്ടാക്കിയ ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി കൊണ്ട് അത് അടിയപ്പെടുകയാണ്. ദൈവശക്തിയാൽ, 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 ദൈവശക്തിയാൽ. Thank you, Lord. Thank you, thank you, thank you. Thank you, Daddy. Thank you, Daddy. Oh, thank you, Lord. Amen. Amen. Jesus has declared deliverance for you. Okay? You are going to be a vessel to help other people. God bless. Glory. Hallelujah. Praise the Lord. God bless you, Mama. God bless you.
Oh, hey, ra ba 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 ra soro. ഊരിബില ബല ബല Ika ba ba ra di ra sondara kalora. അതര ചുട ബല ദൂതുകൾ കർത്താവേ വെളിപ്പെടട്ടെ. അന്തര ചുട ബല ജനം ഒരുങ്ങട്ടെ. Let the people be ready. Oh, ba ba ba, yes, be ready. ചകല ചന്ദൽ പൗഡർ Oh, ra ba 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 la ra di ra. ബല ബല ശാന്തര ബല ബല ബൗഷാര ബാബ. Oh, Jesus. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. The Holy Spirit is moving. ദൈവാത്മാവ് അനേകരെ തൊടുന്നു. ദൈവാത്മാവ് അനേകരെ തൊടുന്നു. ദൈവാത്മാവ് അനേകരെ തൊടുകയാണ്. ദൈവാത്മാവിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവശക്തി Thank you, Lord. Thank you, Lord. Jesus. Jesus. Thank you, Lord. Hallelujah. Oh, Praise the Lord. praise the Lord. ദൈവജനം തിരിച്ചറിയുക. People of God know this. നമ്മളിലൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. God will do miracles, big things through us. കാരണം നമ്മെ ഈ വേലക്കിറക്കിയത് ദൈവമാണ്. Because it is God who brought us into this. കടലിന്റെ അക്കരെ പോകുവാൻ പറഞ്ഞ ദൈവമാണ്. God told us to go to the other side. എന്ന് പറഞ്ഞാൽ അക്കരെ പോകുവാൻ പറഞ്ഞ ദൈവമാണ്. God told you to go to the other side. അവരുടെ യാത്രയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവത്താൽ അത് നടത്തപ്പെടും. Whatever problems they may have on the way, God will take care of it. സഭയ്ക്കകത്ത് എന്ത് പ്രശ്നം വന്നാലും ദൈവത്താൽ നടത്തപ്പെടും. Oh, whatever problem is in the church, God will handle it. നിന്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവത്താൽ നടത്തപ്പെടും. Whatever happens in your family, God will take care. എന്തുകൊണ്ടാണ് ദൈവത്താൽ നടത്തപ്പെടും ഞാൻ പറയുന്നത്? Why should God take care of your problems? ദൈവമാണ് ശിഷ്യന്മാരോട് അക്കരെ പോകാൻ പറഞ്ഞത്. It is God who told the disciples to go to the other side. ഇവരെ തോന്നിയവാസമല്ല കാണിക്കുന്നത്. Not what they like. എന്തിനാ 40 Why 40 days? Some people are asking. ഇവിടെ ഇരിക്കുന്ന ചിലർ ചോദിച്ചു, why 40 days? നിങ്ങളുടെ തോന്നിയാസമൊന്നും അല്ലെന്ന്. സ്തോത്രം. Hallelujah. പറഞ്ഞാട്ടെ. Say praise the Lord. നീ എന്തിനാ ബൈബിൾ വായിച്ചെന്നാ ചോദിച്ചേ? Some people are asking, why are you reading the Bible? നീ എന്തിനാ പ്രാർത്ഥിച്ചെന്നാ ചോദിച്ചേ? Why are you praying? Some people are asking. നീ എന്തിനാ വയർ ഇറുക്കി കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചേ? Some people are saying, why are you not eating? ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു. In the Holy Spirit I say, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ without fasting and prayer, ഈ ജാതി നീങ്ങി പോകത്തില്ല. this will not move away. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. ഇതിന്റെ അകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന When you, those of you worship, ദൈവ മക്കളുടെ ശുശ്രൂഷ ബന്ധിച്ച് if you try to stop, ആത്മാവിന്റെ ശക്തിയെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന, there is a spirit here that is കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, families are being destroyed. അന്ധകാരത്തിന്റെ ശക്തികൾ A demonic spirit ഇന്ന് രാത്രിയിൽ tonight, നിങ്ങളെ വിട്ടുമാറുകയാണ്. it is moving away. ആ രോഗബന്ധനം അടിഞ്ഞു മാറുകയാണ്. Oh, that disease is moving away. ആ പോർ അടിഞ്ഞു മാറുകയാണ്. That is moving away. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe? Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശു ക്രിസ്തുവാണ് ശിഷ്യന്മാരുടെ അക്കരെ പോകാൻ പറഞ്ഞത്. Jesus Christ told the disciples to go to the other side. യേശു ക്രിസ്തു പറഞ്ഞു വിട്ടപ്പോൾ ഇവർ വിചാരിച്ചു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന്. When Jesus sent them, the disciples thought there will be no problem. നിന്റെ തോന്നലാ അത്. That is what you think. വിളിച്ചവൻ വിശ്വസ്തനാ. Hallelujah. Amen. വെളിപ്പെടട്ടെ. ദൈവാത്മാവ് ദൂത് പറയാ. The Holy Spirit says, നീ വെള്ളത്തിലാണെന്ന് ആര് പറഞ്ഞാലും, whoever says you are in the water, നീ പ്രശ്നത്തിലാണെന്ന് ആര് പറഞ്ഞാലും, whoever says you are in a problem, അതിന്റെ അകത്ത് പറയുന്നവർ വരത്തില്ല. the one who says will not come, അതിനെ പരിഹരിക്കുന്നവൻ വരും. but those who consider will come. ഇന്ന് രാത്രി പാസ്റ്റർ വരുന്നത് യേശുവാണ്. Tonight Pastor Jesus is coming. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവൻ വരുന്നുണ്ട്. He comes to solve your problem. വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോട്, Oh, to the disciples walking on the water, തീരെ ശക്തിയോടെ എതിർത്ത് പോരാടി. oh, to oppose in faith, കാറ്റ് ശക്തമായി പോരാടി. oh, they fought against that. ഇവരുടെ ശക്തിയെല്ലാം കെട്ടുപോയി. All their strength was finished. വേദ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, The Bible says like this, അവർ ആകപ്പാടെ വലഞ്ഞു പോയതാ. they were totally in trouble. Amen. Amen. വലഞ്ഞു പോയത് ഇതിനകത്തുണ്ട്. There are people who really got trouble inside. വലഞ്ഞു പോയത് നിന്റെ വീട്ടിലുണ്ട്. The one who is in trouble is in your house. എന്തിന് വീട്ടിൽ വലഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ, If you ask me why the people in your family were like that, 2005 നീ വളഞ്ഞതല്ലേ? 2005 you said, ആ കാർ അപകടത്തിൽ, in that car accident, glory, glory, glory. വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ.
Hallelujah. Who said that? ആ തലവേദന എടുത്തപ്പോൾ നീ പറഞ്ഞില്ലേ? When you had a headache, did he not say? നീ സ്നേഹിച്ച വ്യക്തി നിന്റെ നേരെ വാളെടുത്തപ്പോൾ നീ പറഞ്ഞില്ലേ? When the person who loved you took the sword against you. Glory, glory, glory. Oh, glory. നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നീ വളഞ്ഞു പോയില്ലേ? When you were isolated, did he not say? നീ തകർന്നു പോയെന്ന് മൊത്തം ശത്രുക്കൾ പറഞ്ഞപ്പോൾ, When the enemy said that you were destroyed, നിന്നെ തകർക്കുന്നവനല്ല യേശു എന്ന് തെളിയിച്ചില്ല അന്ന്? did not Jesus prove that Jesus lifted you up? അന്ന് നിന്നെ തെളിയിച്ചില്ലേ? Did not God prove it that day? ആ കട്ടതയിൽ ദൈവം നിന്നെ കരം താങ്ങിയില്ലേ? In that difficulty, did not God raise you up? ആ പ്രശ്നത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങിയില്ലേ? In that problem, did not Jesus come? അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. Tonight he is here. അന്ന് നിന്നെ വിടുവിച്ചവൻ, The one who saved you that day. അന്ന് നിനക്ക് കരം തന്നവൻ, The one who gave you the hand that day. അന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചവൻ, The one who lifted you up. അവനോട് വന്നിട്ടുണ്ട്. He is here tonight. എത്ര പേർക്ക് ഈ പ്രാർത്ഥന ആവശ്യമുണ്ട്? How many people need this prayer? എത്ര പേർക്ക് ഈ പ്രാർത്ഥന ആവശ്യമുണ്ട്? How many people need this prayer? അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ The പോകുകയാണ്. power of God is coming on you. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ The പോകുന്നു. power of God is coming on you. എല്ലാവരും വന്ന് ദൈവസ്ഥനെ എഴുന്നേറ്റാട്ടെ. Let's all stand up in the presence of ഇന്ന് ചില അന്ധകാരങ്ങൾ മാറാൻ പോകുകയാണ്. tonight. There is going to be ചില deliverance. പോരുകൾ തകരാൻ പോകുകയാണ്. Some opposition are going to come. ഓടിയട്ടെ എല്ലാ അന്യക്കൊമ്പുകള്, Let everything foreign go away. തകരട്ടെ ശത്രുവിന്റെ കോട്ടകൾ, Let every weapon of the devil be destroyed. ഉയരട്ടെ യേശുവിൻ നാമമെന്ന്. Let the name of Jesus be ഇന്ന് lifted ചില up. ബന്ധനങ്ങൾ അറ്റുമാറുന്ന ദിവസമാണ്. Tonight, some things are going to be ചില removed. പോരുകളെ ദൈവം അടിക്കാൻ Some പോകുകയാണ്. things are going to move away. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, We are going to worship together. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ When we worship God ഇവിടെ together, ഒരു ജയം വരാൻ പോകുകയാണ്. a victory is coming to you. നമ്മൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കും. We're all going to worship നമ്മൾ God. എല്ലാവരും ദൈവത്തെ സ്തുതിക്കും. Benji, we're all going to worship God. നമ്മുടെ മേൽ ദൈവശക്തി നീ വ്യാപരിക്കും. Let the power of God come upon നീ us. കൈയടിക്കത്തില്ലെന്നാ പിശാച് പറഞ്ഞത്. The devil said you won't clap hands. നീ വായ് തുറക്കത്തില്ലെന്നാ പിശാച് പറഞ്ഞത്. The devil said you won't open your mouth. നിനക്ക് അഭിഷേകം ഇല്ലെന്നാ പിശാച് The പറഞ്ഞത്. devil said you have no anointing. നിന്റെ അന്ത്യരാത്രി എന്നാ ഇന്നലത്തെ രാത്രി പിശാച് പറഞ്ഞത്. The devil said tomorrow is the last night. എന്നാൽ ഇന്നത്തെ രാത്രി നിനക്ക് പകരം വീട്ടേണ്ട രാത്രി. Tonight is the night where you are going to avenge നിന്നോട് പകരം വീട്ടാൻ വേണ്ടി നിന്ന ശത്രുവിനോട് the devil who was opposing you. നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, When you worship in the spirit, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, when you glorify God, ഇസ്രായേലിന്റെ സ്തുതിയുടെ മധ്യത്തിൽ ഇറങ്ങുന്നവൻ, the God who comes in the midst of the praises, നിന്റെ സ്തോത്രത്തിൽ ഇറങ്ങും ദൈവം, the one who comes in the praises of his people, അത്ഭുതം ഇവിടെ നടക്കും. there is going to be a miracle. അതുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. You're going to worship. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംസ്കാരദൂതൻ എന്നെ കടന്നു പോയി, സംസ്കാരദൂതൻ എന്നെ കടന്നു പോയി, കുഞ്ഞാറിന്റെ വിലയേറിയ നീണത്തെ, കുഞ്ഞാറിന്റെ വിലയേറിയ നീണത്തെ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംസ്കാരദൂതൻ എന്നെ കടന്നു പോയി, സംസ്കാരദൂതൻ എന്നെ കടന്നു പോയി, പറവനു ഞാൻ നീ അടിമയല്ല, പറവനു ഞാൻ അടിമയല്ല, പരമസിയോ നിൽ ഞാൻ നേരല്ല, പരമസിയോ നിൽ ഞാൻ നേരല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംസ്കാരദൂതൻ എന്നെ കടന്നു പോയി, സംസ്കാരദൂതൻ എന്നെ കടന്നു പോയി, ദൈവമെനിക്കധിപതിയെ, മരുവിലമെനിക്കധിപതിയെ, തരുമവൻ പുതുമന്ന അതുമതിയേ, തരുമവൻ പുതുമന്ന അതുമതിയേ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ
കടന്നു പോയി സംഹാരത്തോടെ എന്നെ കടന്നു പോയി. ഓ ദിബലബ രഗബര ചുടബല ഭൗഷബ രഗദാർ അംബ ചൂടാരാധന ഓ ദിബലബ രഗബല ചുടബ ശന്തല ചുടബല ഭൗഷബ രഗബ ചുടബര ചരബല ചുടബല ഹംദബര ചുടബര ചുടബര ബൗഡബല ദിഗറ ബിലക ബര ചുടബല ഹംദബര ചുടബര ചുടജല ദിബല ഓ ദിബലബ രഗബര ചുടബല ഹംദബര ചുടബല ഓ ദിബിലബ രബ രബ രഗബല ബൗഡബല ഓ ദിബലക ഹംദബര ചുടബല ബൗഡബല ചുടബല ഓ രഗബല ബൗഡബല ചുടജല ദിബല ഓ ദിബരഗ ബര ബര ബൗഡി ബാല ചുടബല ബൗഡബല ഓ ദിബി രന്ദ ലംബ ബര ചുടബല ബൗഡബല ഓ ദിബ രബ 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 രഗബല ബൗഡബല ചുടബല യൽ ശറബി ഗബലബ ഹംദൽ ബൗഡബല ചുടബല ലാദൽ കടഹം ദൽ പൗഡബ രാദൽ കടഹം തുസപൗഡബ രാദൽ കടഹം ദൽ പൗഡബ രാദൽ പൗഡബ രാദൽ പൗഡബ അതര ചുടബല ബൗഷാരബല അത്തബര ബികുറബ ഹംദൽ പൗഡബ രാദൽ പൗഡബ അതര ചുടബല ബല ബല ബൗഷാരബല അത്തബല ബല ബൗഷാരബ ദൈവ ശക്തി ആത്മ പവർ ആത്മ ശക്തി അറബി കറബല അതോചാരബല ബൗഷാരബല ലക്കി ബല ബൗഷക്കേ അദബല ബൗഷബ്ദൽ പൗഡബ രാദൽ ഹംദൽ പൗഡബ രാദൽ പൗഡബ ചാരബി രാദൽ കറബ ചൗഡ പാരി ബലോഷ യെസ് ദൈവത്തിന്റെ ശക്തി ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ആ ദൈവത്തിന്റെ ശക്തി ആ ദൈവത്തിന്റെ ശക്തി ആ ദൈവശക്തി ആ ദൈവശക്തി ഓ റബലബബ ആ ദൈവശക്തി ആ ദൈവശക്തി ആ ദൈവശക്തി ആ ദൈവശക്തി ഓ റബല ശന്ദന അത്തപൗചാമ അതുറബല ബൗഷക രാദിന ബൗഷബരബ ആ ദൈവശക്തി ആ ദൈവശക്തി ദൈവശക്തി ഓ റബല ബൗഷ പരബല ബൗഡബ ദീപന ബൗഷക ബല ബൗഡബ ദീപന ബൗഷക പബ റിബല ബൗഷാരബ രാദിന ഗടഗൽ കത്തൽ പൗഡബര രാദിന ഹുദബര ബൗഷ പരബ രാദി കറബല ബൗഷ ആനന്ദമേ ദൈവശക്തി ആത്മ പവർ ദൈവശക്തി അകത്ത് വ്യാപരിക്കട്ടെ അകത്ത് വ്യാപരിക്കട്ടെ അകത്തൊരു തീ വെളിപ്പെടട്ടെ അകത്തൊരു തീ വെളിപ്പെടട്ടെ Ori kabala bauda barababa. Udari bini bela balabo shamdal bauda barada. Daja radar kada balabo shamdal bauda ba. Diva regat tuda balababa. Diku rabe regat tuda balababa. Amda chudam pabar balabo sharaba. Radar gadagale gauda barababa. Yen sangadangal sagal തീർന്നു പോയി. നിന്റെ സങ്കടം തീർക്കുന്നവൻ, നിന്റെ വേദന മാറ്റുന്നവൻ, നിന്റെ ഭാരം മാറ്റുന്നവൻ, നിന്നെ നന്നായി അറിയുന്നവൻ, നിന്റെ വേദന അറിയുന്നവൻ, നിന്റെ കഷ്ടത അറിയുന്നവൻ, നിന്റെ നിരാശ അറിയുന്നവൻ, നിന്റെ ഭാരം അറിയുന്നവൻ, അവൻ നിന്നെ തൊടുകയാ, അവൻ നിന്നെ തൊടുകയാ. അവന്റെ പവർ, അവന്റെ ശക്തി, ആത്മശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു, ഇതിനകത്ത് വ്യാപരിക്കുക, ഇതിനകത്ത് വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്തര ബലബല വോട്ടം ദിനബ ശബര രാവ അവിടെ റിഗൽ തുടബല ബലബ ശബ്ദ ബൗഡ നിഖാബാന. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. Tonight the Holy Spirit says, നിന്റെ വേദന അറിഞ്ഞ ദൈവം, the God who knows your pain, നിന്റെ ഭാരം അറിഞ്ഞ ദൈവം, the God who knows your burden, നിന്റെ നിരാശ അറിഞ്ഞ ദൈവം, the Lord who knows your depression, നിന്റെ ദുഃഖം അറിഞ്ഞ ദൈവം, the Lord who knows your sorrow, വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ തന്നെ in the midst of the ministry of the word, നിന്നെ എഴുന്നേൽപ്പിച്ചതാ, He lifted you up നിനക്കൊരു ജയം തരാനാ, to give you a victory. ഞാൻ ഒരിക്കലും വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ I never, when I preach the word, എപ്പോഴും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാറില്ല. I don't always give glory. അവസാനത്തിൽ അത് ചെയ്യാറുള്ളൂ. I normally do it only in the പക്ഷേ ഇതിന്റെ മധ്യഭാഗത്തു തന്നെ but in the midst of that, നിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി, the power of God that is നിന്റെ on മേൽ you, ഇറങ്ങി വന്ന ദൈവ കൃപ, the power of God that is on you, നിനക്കായി വെളിപ്പെട്ട ശക്തി, oh the new power, നിനക്കായി ഇറങ്ങി വന്ന പവർ, the power of God, നിനക്കായി 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 ഉത്തമന ബൗഷം ബലബ ഷാര ദീന ബാല ഹൗഡ ബാല അന്തലബിന ബലബ ഷൗഡാരബ ദീ ബലബ ശംദൽ പൗഡർ റിഫാലബ ഔഡേ റിഗത്തുട ബലബ ശംദൽ പൗഡർ റബല അത്തൽ പൗഡർ അന്തൽ പൗഡർ ബാ റബാര ലോ ദീബൽ പവർ ബലബ ശംദൽ പൗഡർ റിഖാ ബാല ബാബ ഓ
Hallelujah. Praise the Lord. Praise the Lord. ഇന്ന് രാത്രി ദൈവമക്കൾ ചിന്തിക്കണം. Tonight, ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. Tonight, children of God, നിന്റെ സങ്കടം എല്ലാം തീർന്ന രാത്രിയാണ്. tonight is the night all your sorrows are നീ removed. ഈ ആലയത്തിന്റെ അകത്ത് വെച്ച് നീ പറയണം, You must say in this church, എന്റെ സങ്കടം തീർന്ന രാത്രിയാണ്. tonight is the night everything is over. എന്തുകൊണ്ടാണ് നീ സങ്കടം തീർന്നു എന്ന് പറയുന്നത്? Why do you say the sorrow is over? തന്റെ ശിഷ്യന്മാരുടെ സങ്കടം തീർത്ത രാത്രി അന്നത്തെ രാത്രി. At night Jesus destroyed the sorrows of his disciples. വലഞ്ഞു പോയ ശിഷ്യന്മാർക്ക്, The disciples who were burdened, തകർന്നു പോയ ശിഷ്യന്മാർക്ക് the disciples who were broken. സന്തോഷത്തിന്റെ ഒരു സമയമുണ്ടായിരുന്നു. There was a time of happiness. ഈ സമയം നിന്റെ സന്തോഷത്തിന്റെ സമയമാണ്. This is your time of happiness. നിനക്ക് സന്തോഷിക്കാൻ കഴിയാത്ത സ്ഥലത്ത്, The place where you cannot be happy, നിന്റെ സന്തോഷം പോയ സ്ഥലത്ത് where your joy is gone. അവനാണ് സന്തോഷം. Jesus is your happiness. Glory. Praise the Lord. Praise the Lord. എല്ലാവരും ഇരുന്നാട്ടെ. Oh, this is awesome. വചനം ശക്തമായി വെളിപ്പെടുന്നു. The word of God is being manifested and revealed powerfully. നിന്നെ വിടുവിക്കുന്ന ദൈവം, The God who releases you. യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് A child of God who worships Jesus. പ്രശ്നം ഉണ്ടാകും, Problems can come. പ്രതികൂലം ഉണ്ടാകും. You can have opposition. അതിന്റെ അടയാളമാണ് ഈ ശിഷ്യന്മാർ വലഞ്ഞു പോയത്. That is the mark why the disciples were in trouble. അവർ അങ്ങനെ വലഞ്ഞു പോയതുപോലെ Just like they were in trouble, നീ മറ്റൊരു രീതിയിൽ വലയുകയാണ്. you also may be being troubled in another way. യേശുവിന് ഏത് തരത്തിലെ വലച്ചിലും യേശുവിന് പ്രശ്നമല്ല. For Jesus, no problem is a problem. നീ ആരാധിക്കുന്ന നിന്റെ ദൈവം പ്രശ്നം പരിഹരിക്കുന്ന ദൈവമാണ്. The God who you serve is the one who solves the problem. Glory. തീക്കകത്ത് വീണുപോയ അസര്യാവ്, കനന്യാവ്, മീശായലിന് യേശു രക്ഷിക്കുവാൻ വേണ്ടി ചെന്നത്, Jesus went to save the 3 people who were in the fire. അവിടെ യേശു രക്ഷിക്കാൻ ഇറങ്ങിയത് കടൽ കൂടിയല്ല പോയത്. Jesus there did not go through the sea. അവൻ നേരിട്ട് ആ തീക്കകത്ത് ഇറങ്ങി. He came straight from him. Stotram. Hallelujah. നീ നേരിട്ടുള്ള വിടുതൽ ഇന്ന് രാത്രി പ്രാപിക്കും. Tonight you will be delivered right from above. Glory. Stotram. ഇത് സത്യമാ, അനുഭവമുണ്ട്, പിന്നെ പറയാം. സ്തോത്രം. ഈ വചനം സത്യമാ, പിന്നെ പറയാം. നേരിട്ട്. Yes. Glory. Yes. എന്തുകൊണ്ട് തീക്കകത്ത് ദൈവം നേരിട്ടിറങ്ങി? Why did God come straight in the fire? മിനിറ്റുകൾ പോലും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തീയാ. They could not stay there even for a minute. Such fire was there. എന്നാൽ വെള്ളത്തിൽ യേശു പെട്ടെന്ന് ചെന്നില്ല. Jesus did not go immediately into the water. കർത്താവിന് അറിയാം അല്പമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. Jesus knows they can stand a little bit. Glory. Oh. Hallelujah. Amen. Aha. Sotracha. Hallelujah. നീ ചിന്തിക്കുന്നത് യേശു എന്തുകൊണ്ട് നിന്റെ അടുത്ത് വന്നില്ലെന്നാ. You are thinking, why didn't Jesus come near you? Oh. നീ ചിന്തിക്കുന്നത് യേശു എന്തുകൊണ്ട് ഇന്നലെ വന്നില്ലെന്നാ. Why didn't Jesus come yesterday? You are thinking. യേശുവിന് അറിയാം നിനക്ക് അല്പം കൂടെ ഉറപ്പുണ്ട്. Jesus knows you can put up a little more. യേശുവിന് അറിയാം നിനക്ക് അല്പം കൂടെ നിൽക്കാൻ കഴിയും. Jesus knows you can stand a little more. യേശുവിന് അറിയാം നിനക്ക് അല്പം കൂടെ നിന്ന് പോകേണ്ടതാകുന്ന ഒരു കൃപയുണ്ട്. Jesus knows you have a grace to hold on a little more. അതുകൊണ്ടാ യേശു 3-ാം മണി യാമം വരെ യേശു കടലിൽ വരായിരുന്നത്. That is why Jesus did not come till the 3rd hour. ഇവരെ പ്രതീക്ഷ മൊത്തം തീർന്നപ്പോൾ, But when all their problem was over, യേശു ആ വെള്ളത്തിൽ ചെല്ലുകയാണ്, അവിടെ ചെല്ലുകയാണ്. Jesus was coming near the water. നിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് നിനക്ക് തോന്നുമ്പോൾ, When you think your job is finished, നിന്റെ ജീവിതം അവസാനിച്ചെന്ന് പറയുമ്പോൾ, when you think your life is finished, നിന്റെ കുടുംബ ജീവിതം തീർന്നെന്ന് പറയുമ്പോൾ, when you say the family is finished, അവിടെ വരുന്നവനായ യേശു. Jesus comes there. എന്തുകൊണ്ട് അവൻ വരുന്നത്? Why is he coming? നീ അവനുള്ളതാ. You belong to him. That is why he comes in your problem. കൈയടിക്കാത്ത എന്താ?
പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുക. The Holy Spirit tells the church, നീ ദൈവത്തിൻ്റെതാണെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടാകണം. if you are sure, you must be sure that you belong to God. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ദൈവമാണ്. It is God who brought you into the church. Glory. വേദപുസ്തകം എടുക്കുവാനായിട്ട് ദൈവമാണ് നിന്നെ അധികാരപ്പെടുത്തിയത്. It is God who made you, authorized you to take the Bible. അത് നീ എടുത്തു കഴിഞ്ഞാൽ After you take that, ഉത്തരവാദിത്വം ദൈവത്തിനാ. the responsibility is God's. Glory. Oh, glory. ഭയങ്കര വിടുതല, ഭയങ്കര വിടുതല. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, I tell you in the Holy Spirit, നിന്റെ അകം കത്തിക്കൊണ്ടിരുന്നതാകുന്ന സ്ഥലത്ത്, where your heart was burning, ആ വേദന എന്ന കത്തലാണ് ഇന്ന് രാത്രി. tonight is the night the pain is going away. അവിടെ ആത്മാവിന്റെ ഒരു കത്തൽ കേറി വരുന്നു. There is a fire coming up there. അതിന്റെ അകത്ത് കേറി വരുന്ന കത്തൽ ഏത് കത്തലെന്ന് അറിയാമോ? Do you know what fire is coming there? നിന്നെ കത്തിച്ച ശക്തികളെ കത്തിച്ചുകൊണ്ട് നീ പുറത്തു വരുന്നു. You are going to burn the fire that was trying to burn you. അവന്റെ കച്ചവടം കഴിഞ്ഞു. നിന്നെ കത്തിച്ചതിനെ, whatever was trying to destroy you, നിന്നെ കരയിപ്പിച്ചതിനെ, the one who made you to cry, നിന്നെ ഉടച്ചതിനെ, the one who tried to break you, യേശു ചവിട്ടി നിന്നുകൊണ്ട് പറയുകയോ, Jesus is standing on that. നിന്നെ കരയിപ്പിച്ചതിനെ ഞാൻ ചവിട്ടിയിട്ടുണ്ട്. I have put my foot on the one that made you to cry. നിന്നെ ഒതുക്കിയതിനെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലാട്ടെ. Oh, glory. Oh, love everybody on fire, Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. യേശു ക്രിസ്തു വെള്ളത്തിന്റെ പുറത്ത് നിൽക്കുക. Jesus is standing on the water. വെള്ളത്തിന്റെ പുറത്തിരിക്കുന്ന ശിഷ്യന്മാർ വെള്ളം കണ്ട് പേടിക്കുന്നു. The disciples on the water, seeing the water, are getting scared. യേശു ക്രിസ്തു ആ വെള്ളത്തിന്റെ പുറത്ത് നിൽക്കുക. Jesus Christ is on the water. ഈ ശിഷ്യന്മാർ എന്തിനെ കണ്ട് പേടിച്ചുവോ, whatever the disciples were scared of, അതിന്റെ പുറത്തു നിൽക്കുന്ന നസ്രയനായ യേശു. Jesus is standing on the water. Oh, എന്തൊരു ദൂതാ ഇത്. ദൈവസഭയോട് പോരാടുവാൻ ഒരു പിശാചുമില്ല. No Satan can stand against the people of God. ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തനെ ഒതുക്കുവാൻ കഴിയുന്ന ഒരു ദുഷ്ട ശക്തികളുമില്ല. No devil can stand against the people of God. നീ ദൈവത്തിന്റേതാണ് കുഞ്ഞേ. You belong to God. നിന്നെ ഒതുക്കുമ്പോൾ നിനക്കൊരു അറിവുണ്ടാകണം. When you are pushed down, you should know. നിന്നെ ഇരുത്തുമ്പോൾ നിനക്കൊരു അറിവുണ്ടാകണം. When you are pushed down, you should know. ഇന്ന് നീ അല്പം എന്നെ ഇരുത്തി. Today you were pushed down a bit. പക്ഷെ നാളെ ഞാൻ നിന്നെ ഒതുക്കുമാമേ. Tomorrow I will destroy you. എത്ര പേർക്ക് കത്തുന്നുണ്ട്? എത്ര പേർക്ക് ഉള്ളിൽ How many കത്തുന്നുണ്ട്? people understand? ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, I'm telling you tonight. വെള്ളത്തിന്റെ പുറത്തൂടെ വരുന്നത് ആരാണ്? Who is coming over the water? യേശു ക്രിസ്തുവാ. Jesus. എന്നാൽ ഞാനൊരു ദൂത് പറയട്ടെ. Let me tell you a word. യേശുവിന്റെ ശിഷ്യന്മാർ പറയുന്ന വാർത്ത കേട്ടാല്, If you listen to what the disciples say, വളരെ വേദന വരുന്ന വാക്കാണ്. these are all painful words. അവർ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞത് ഭൂതമെന്ന് പറഞ്ഞു. They looked at Jesus and said, here is the demon. Oh, glory, glory, glory. Yes. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞേ? Why did they say that? Show the next verse. Yes, hallelujah. ഇവരുടെ പ്രതീക്ഷ മൊത്തം പോയി. When they saw Jesus, they thought it was a demon and they were finished. Glory. Hallelujah. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ എന്നാ ദൂത് പറഞ്ഞാലും കാര്യമില്ല. Those who have lost their hope, whatever you tell them, check. But the Lord will lift them up. Amen, amen. Oh, Roba Baba Ra Santa. ഈ ശിഷ്യന്മാർ ആകെ പരാജയപ്പെട്ടതുപോലെയായി. The disciples were as though they were completely defeated. 4 മണി യാമത്തിൽ യേശു ചെന്നിരിക്കുക. The 4th hour Jesus has come there. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമോ? Are you listening to me? യേശു ക്രിസ്തു ഇവരെ രക്ഷിക്കുവാൻ പോകുന്നതിന് മുമ്പ്, Before Jesus went to save them, ഇതാ ഞാൻ വരുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുക്കാതെ യേശു പോയത്. Jesus went without telling them, I'm coming. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. Tonight I'm telling you a word. നിനക്ക് മുന്നറിയിപ്പ് തരാതെ നിനക്കൊരു വിടുതൽ നടക്കുന്ന രാത്രി ഇന്നത്തെ രാത്രി. Tonight is a night
when God is going to release you without telling you. Hallelujah. പരിശുദ്ധാത്മാവിൽ പറയുക. I'm telling you in the Holy Spirit. ശിഷ്യന്മാരെ വിടുവിക്കുന്നതിന് മുമ്പ് യേശു നിങ്ങളെ വിടുവിക്കാൻ വരുന്നു എന്ന് യേശു പറഞ്ഞില്ല. Jesus did not warn the disciples he was coming. നിന്നോട് പറയാതെ നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ അത് യേശു അത്രേ. Jesus is the only person who loves you without telling you that he loves you. നീ യേശുവിന്റേതാണെന്ന് തെളിയുന്ന രാത്രി ഇന്നത്തെ രാത്രി. Tonight is the night when people will know that you belong to Jesus. നിന്റെ നഷ്ടം ലാഭമാണെന്ന് തെളിയുന്ന രാത്രി ഇന്നത്തെ രാത്രി. Tonight your loss is going to become a profit. നിന്റെ ദുഃഖം സന്തോഷമായി മാറാൻ പോകുകയാ. Your sorrow is going to turn to joy. നിന്റേതാകുന്ന ദുഃഖത്തെ അവൻ നൃത്തമാക്കി മാറ്റാൻ പോകുകയാ. He's going to change your mourning into dance. യേശു വിടുവിക്കാൻ വേണ്ടി വരുമ്പോൾ നിന്നോട് പറയത്തില്ല വരുന്നെന്ന്. When Jesus comes to release you, he will not tell you. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ. Tonight I tell you in the Holy Ghost. നീ കേൾക്കുന്നത് വിടുതലിന്റെ ദൂതാണ്. You are listening to the message of deliverance. നീ ഈ ദൂതനെ തള്ളിക്കളയരുത്. Do not push it off. Even I sensed it. 16 വർഷമായി നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. 16 years you may be struggling. 25 വർഷമായി നീ കണ്ണുനീരിലായിരിക്കാം. 25 years you may be struggling. പക്ഷേ ഇന്ന് കേൾക്കുന്ന ദൂത് യേശു വരുന്നു എന്നാ. Today you are listening. Jesus is coming. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ജനത്തോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. I may tell you something to the people of God. 11 വർഷം എന്നോട് ശക്തമായിട്ട് ഒരു സഹോദരൻ പോരാടി. 11 years. Very powerfully, a brother opposed me. തന്റെ വീടിന്റെ അകത്ത് മന്ത്രവാദങ്ങളും പൂജകളും ഭയങ്കരമായിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സഭയും തകർക്കുവാൻ വേണ്ടി ചെയ്തു വിട്ടുകൊണ്ടിരുന്നു. This man used witchcraft to oppose me and my ministry, my family. ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഒരു കൂട്ടം പേർ ചേർന്ന് വരെ ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി വരെ പദ്ധതി ഒരുക്കി. Some of those Hindu friends, they even tried to oppose us and attack us. എന്നാൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തില്ല. But God did not hand us over to them. ഞങ്ങളുടെ ചർച്ചിന്റെ സമീപത്താണ് സഹോദരൻ താമസിച്ചിരുന്നത്. That brother was living near our church. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ആ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആഭിചാരങ്ങളും ആരംഭിക്കും. As soon as we start our ministry, this man will start his witchcraft. 11 വർഷം കഴിഞ്ഞപ്പോൾ After 11 years, ആ സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, that brother told me, നിങ്ങളുടെ ഈ ശബ്ദവും കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല. because of your sound, we cannot do anything. ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് തരാം. We will give you this house and this property. Glory. Oh, glory. എന്റെ നേരെ മന്ത്രവാദം ചെയ്തതാക്കുന്ന ആ വീടും സ്ഥലവും The house and the property ഒന്ന് ഏറ്റെടുത്ത്. ഷോ ഇതും കത്തുന്നില്ലേ? ഇപ്പോഴും കത്തുന്നില്ലേ? One who was against you in witchcraft, my house and my property. ആ വീട് സ്ഥലവും ഇന്ന് എന്റെ കയ്യിലാ. സ്വത്രം. That house and that property is in my hand today. So, സ്വത്രം. നിന്റെ നേരെ മന്ത്രവാദം നടക്കുമ്പോ, when there is witchcraft against you, നിന്റെ നേരെ പ്രതികൂലങ്ങൾ ഉയർന്നു വരപ്പെടുമ്പോൾ, when there are problems against you, ആ ഉയർന്നു വരുന്ന സ്ഥലം നിനക്ക് വേണ്ടി ദൈവം വേർതിരിക്കും. God is preparing that place for you. Oh, മനസ്സിലായോ? ഇന്ന് അവന്റെ നട്ടലൊടിയുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് അവന്റെ നട്ടലൊടിയുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. In the Holy Spirit I say, നിനക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ആയുധവും നിനക്ക് ഫലിക്കത്തില്ല. no weapon fashioned against you shall prosper. അത് ഫലിക്കത്തില്ലെന്നതിന്റെ അടയാളമായിട്ടാ നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. You are still alive. That is the mark of that promise. നിനക്ക് ഭാരമുണ്ട്, വേദനയുണ്ട്, ശരിയാ. It is true you have a burden. പക്ഷെ ഒരു കാര്യം ഉറപ്പാ. One thing is sure. യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ ഇന്നു വരെ തോറ്റിട്ടില്ല. A child of God who has worshipped Jesus has never failed. അതിന്റെ ഒരു അനുഭവമാണ് എന്റെ സാക്ഷ്യം. That is my testimony. എഴുന്നേൽക്കുന്ന രാത്രിയെന്ന് സ്തോത്രം. ഒരു ആത്മീക ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. I'm going to tell you a spiritual message. നിന്റെ നേരെ ശത്രുക്കൾ എഴുന്നേറ്റാൽ വന്നാലും നിനക്കൊരു ശുശ്രൂഷയുള്ളൂ. Only if the enemies come against you, you have a ministry.
Oh, glory. കുഞ്ഞെ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാ, I'm telling you the Holy Ghost. നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുമ്പോ, When your anointing is under question, നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുമ്പോ, when your prayer is under question, നിന്റെ ശുശ്രൂഷ ചോദ്യം ചെയ്യുമ്പോ, when your ministry is under ആ question, ചോദ്യത്തിന് യേശു മറുപടി കൊടുക്കും. Jesus will give an answer to that question. എങ്ങനെയാണ് മറുപടി വരുന്നത്? How to give the reply? ആ വ്യക്തി നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. Oh, glory. Gitti. പിടികിട്ടോ കുഞ്ഞെ? That person will bow down before you. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, This is the power of God. നിന്നെ നടത്തുന്ന ദൈവശക്തി, The power of God. ആമേൻ. അവിടെ നിനക്കൊരു ജയം തരുമ്പോഴാണ് Where God gives you victory. നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. What you can understand. എന്നെ നടത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പൊ നീ കണ്ടോ? You go and see the power of God who is doing this. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാ. Tonight in the Holy Spirit I tell you. കറങ്ങിയിരിക്കുന്നവരെ വിടുവിക്കുന്ന രാത്രി ഇന്നത്തെ രാത്രി. Tonight God is going to deliver those who are twisting and turning. വലഞ്ഞിരിക്കുന്നവരെ രക്ഷിക്കുന്ന രാത്രി ഇന്നത്തെ രാത്രി. Tonight is the night God is going to change those of you are struggling. ഈ ദൂത് സഭയോട് ഏറ്റെടുക്കാൻ ദൈവാത്മാ പറയുന്നു. Holy Spirit tells you, take this in Jesus. Yes, Lord. പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. Holy Spirit is telling me to tell you. നീ വലഞ്ഞു പോയത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. You were disturbed for your own salvation. നീ ഉടഞ്ഞു പോയത് നിന്നെ പണിയുവാനാണ്. You were broken so that God could lift you up. നിന്റെ അന്ത്യരാത്രി എന്ന് വിധി എഴുതിയ എഴുത്തുകൾ മാറിപ്പോയില്ലേ? All the writings against you has moved away. എന്നാൽ ഇന്നത്തെ രാത്രി നിനക്കൊരു ചിരിക്കേണ്ട രാത്രിയാ. Tonight is the night you are going to dance and be joyful. ഇന്നത്തെ രാത്രി നിനക്കൊന്ന് സന്തോഷിക്കേണ്ട രാത്രിയാ. Tonight is the night you need to be happy. എന്തുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷിക്കേണ്ട രാത്രി എന്ന് പറഞ്ഞത്? Why do I say we should be happy? യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ When Jesus came, പത്രോസിന്റെ സന്തോഷത്തിന്റെ രാത്രിയായിരുന്നു. that was the night Peter was happy. ഒരിക്കലും വെള്ളത്തിൽ കൂടെ നടക്കാത്ത പത്രോസ്, Peter, who never walked over the water. Oh, glory. Oh, glory. Oh, glory. Oh. Praise the Lord. Praise the Lord. അവൻ വെള്ളത്തിന്റെ പുറത്തൂടെ നടക്കാൻ കാരണമെന്താ? What is the reason he decided to walk over the water? യേശു വന്നതുകൊണ്ടാ. Because Jesus came. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവപൈതലേ, Oh, child of God, you who worship Jesus. യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, If you are sure Jesus is here, നീ തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൂടെ ദൈവം ഇന്ന് രാത്രി നിന്നെ നടത്തുന്ന രാത്രിയാ. tonight is the night Jesus is making you to walk through the areas of trouble in your life. Yes, Lord. Oh. Praise Praise the Lord. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, I tell you in the Holy Ghost, യേശു ക്രിസ്തു ആ കടലിന്റെ വെള്ളത്തിന്റെ പുറത്തൂടെ നടന്ന് ഈ ശിഷ്യന്മാരുടെ അടുക്ക വരുമ്പോ, when Jesus is coming to the disciples over the water, ഇവർ പറഞ്ഞ വാക്ക് ഭൂതമെന്ന. they said it's a demon. യേശു കേട്ടത്. Jesus heard it. Ashtam. Hallelujah. യേശു പോവോ? Will Jesus go? പോവോ? Will Jesus go? Illa. No. നിന്റെ കട്ടതയുടെ നടുവിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. In the midst of your problem, you said something. Hallelujah. നിന്റെ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോഴത്തേക്ക് ഞാനും കുറച്ചൊക്കെ കേട്ടു. When your problems began to go up. Amen. Glory. പ്രശ്നങ്ങൾ കൂടി വന്നപ്പം ദൈവമേ ഇതെന്തോന്നാ. When the problems began to rise, you said, Lord, what is this? നീയും പറഞ്ഞു പോയ ആളല്ലേ? Did you also not say? പക്ഷേ യേശു ക്രിസ്തു ഈ വാക്ക് കേൾക്കുന്നു. ഭൂതമെന്ന് പറഞ്ഞ് യേശു കേൾക്കുന്നുണ്ട്. Jesus is listening to his disciples calling him a demon. പക്ഷെ ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. In the spirit, let me tell you a word. ഇവരെ യേശു പറഞ്ഞു വിട്ടത് കൊണ്ട്, Because Jesus sent them. യേശു ഇവരെ തെരഞ്ഞെടുത്തത് കൊണ്ട്, Because Jesus selected them. ഈ ശിഷ്യന്മാരെന്ത് പറഞ്ഞാലും Whatever the disciples say, അവൻ നിന്നെ രക്ഷിക്കാതെ പോകില്ല. he will not go without saving you. Amen. Oh, glory. Amen. നിന്റെ കട്ടതയുടെ നടുവിൽ, In the midst of your problem, നിന്റെ വേദനയുടെ നടുവിൽ നീ കൈയടിക്കാതിരുന്നു. in the midst of your pain, you could not clap hands and നിന്റെ praise God. പ്രതികൂലത്തിന്റെ നടുവിൽ നിന്റെ വായ അടഞ്ഞ പോലെ തോന്നിപ്പോയി. When you felt that your mouth was closed in the midst of your trouble, നിനക്ക് ഇനി ഒരു ഉയർച്ച ഇല്ലെന്ന് പോലും നിനക്ക് ചിന്തിച്ചുകൊണ്ട് നീ ആലയത്തിന്റെ അകത്തിരുന്നില്ലേ? when you came into the church, did you not think you cannot rise up again? ഇത് ഇവിടത്തെ ശക്തമായ ദൂതാണല്ലോ ദൈവാത്മാ പറയുന്നത്. The Holy Spirit is saying a powerful word in this church. നിനക്കിനി ഒരു ജയം വരുമെന്ന് പോലും നിനക്ക് തോന്നിപ്പോയ നിമിഷ
യുദ്ധങ്ങളില്ലേ? There were times when the devil told you, you told you won't win. അന്നും ദൈവദാസൻ പറഞ്ഞു നിന്റെ വിടുതൽ എന്നാ പറഞ്ഞത്. Even then the man of God said, you will be delivered, you will be delivered. നീ പറഞ്ഞത് കുറെ നാളുകൊണ്ട് ഞാൻ കേൾക്കുകയാണെന്ന്. The Lord says, I have been listening to what you said for a long time. അന്ന് നീ പരിശുദ്ധാത്മാവ് പറയപ്പെട്ട ആലോചന തള്ളിക്കളഞ്ഞിട്ടും, even when you denied the Holy Spirit, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത യേശു, Jesus who waited to save you, അവൻ നിന്നെ രക്ഷിച്ചിട്ടേ പോകത്തുള്ളൂ. he will go only after delivering you. അവൻ ഈ ഉപവാസത്തിൽ ചേർന്ന് ചെയ്തിട്ടേ പോകൂ. He will do some things in this ministry and go. അവൻ ഈ ഉപവാസത്തിൽ നിന്നിൽ ചേർന്ന് ചെയ്തിട്ടേ പോകൂ. He will go only after doing something in you. ആത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടുകയാണ്. The Holy Spirit is touching some people tonight. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. The Holy Spirit is touching some അവൻ people. ചെയ്തിട്ടേ പോകൂ. He will do it and go. അവൻ ചെയ്തിട്ടേ പോകൂ. He will do it. Thank you, Lord. എന്തുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നു? Why am I saying it out? എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു? Why am I saying it out? നീ ഇനിയും യേശുവിനെ ഭൂതമെന്ന് പറയാൻ അനുവദിക്കത്തില്ല. God will not allow you to call Jesus a demon. ഇനിയും എന്റെ വിടുതൽ എവിടെയെന്ന് ചോദിക്കാൻ അവൻ He അനുവദിക്കത്തില്ല. will not allow you to ask, where is my deliverance? ഇനി എന്റെ രക്ഷ എവിടെയെന്ന് ചോദിക്കാൻ അവൻ അനുവദിക്കത്തില്ല. He will not allow you to ask, where is my deliverance? നിന്റെ രക്ഷയുടെ രാത്രി. Tonight is the night of your salvation. Yes, Lord, we believe Praise it. the Lord. Praise the Lord. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ. In the Holy Spirit, I tell you. ഞാൻ ബോസ്റ്റണിലുള്ള സൂസൻ ദൈവദാസി നടത്തുന്ന പ്രയർ ലൈനിൽ എല്ലാ ബുധനാഴ്ചയും പ്രസംഗിക്കുന്ന ആളാണ്. Every Wednesday, I come into the phone line done by Sister Susan of Boston. അനേക വ്യക്തികളെ യേശു വിടുവിക്കുവാനിടയിൽ തീർന്നു. Many people were released by Jesus. ഞാൻ അനേക സ്റ്റേറ്റുകളിലേക്ക് ദൈവം എന്നെ അയച്ചു. God sent me to many states. ഞാൻ പോയ ഓരോ സ്റ്റേറ്റുകളിലും പരിശുദ്ധനായ ദൈവം വിടുവിച്ച ദൂതുകളാ ഞാൻ ആ വിടുതലിന്റെ കാര്യങ്ങളെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. In every state, I heard the testimony of people being released by God. Thank you. Amen. ചിലർ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. Some people are seeing me for the first time. എന്നോട് ചോദിച്ചു, നിങ്ങളാണ് യോഹന്നാൻ എബനേസർ? They asked me, are you Yohanan Ebenezer? ഞാൻ തന്നെ. I said, yes. Oh, glory. ഹല്ലേലൂയ. Hallelujah. അവർക്ക് അതിശയമായി പോയി. They were surprised. അവരെ ചിന്തിച്ചത് ഇങ്ങനെയാണ്, They thought like this. ഒറ്റടി പൊക്കം കാണും, He must be 8 feet tall. ഇച്ചിരി വയറ് കാണും. Maybe he has a stomach. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. I did not say you should not have ദൈവം it. തരുന്നതല്ലേ, വാങ്ങിച്ചോ. What God gives, take it. പക്ഷേ But എന്നെ പറ്റി അവർ കണ്ടിരുന്നതൊരു വലിയ മനുഷ്യനായിട്ടാ. they saw me as a big man. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, But let me tell you in the Holy Ghost. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവം. The Lord who lifts up humble people and makes them to sit among princes. നിനക്ക് കഴിവില്ലായിരിക്കാം. Oh, you may not be well. Oh, you may not have നിനക്കൊരു സാമർത്ഥ്യമില്ലായിരിക്കാം. maybe you're not smart. പക്ഷേ നിന്നെ നടത്തുന്ന ദൈവം സകല കഴിവുള്ള ദൈവമാണ്. But a God who makes you to walk is an almighty, all-powerful God. നീ പറയുന്നത് പോലെ ദൈവം ചെയ്തെങ്കിൽ നീ ജീവിച്ചിരിക്കുമായിരുന്നോ? If God was according to what you thought he was, would you be alive? നീ എത്ര വട്ടം പറഞ്ഞു എനിക്ക് ജീവിതം അടുത്തെന്ന്? How many times you said you can't live anymore? Glory. നീ എത്ര വട്ടം പറഞ്ഞു ദൈവമേ എന്റെ ജീവിതം ഇങ്ങനെ തീ പാറുന്നത് പോലെ ആയിത്തീർന്നല്ലോ എന്ന്? How many times you said, Lord, my life has become like this? അന്നും നീ ദൈവവചനം വായിച്ചിട്ട് അടിവരയിട്ട് സന്തോഷിച്ച വ്യക്തിയാണ്. You are a person, you read the word of God, you underline the word of God. പക്ഷെ അന്ന് രാത്രി ഏതോ വേദന വന്നിട്ട് നിന്റെ വിശ്വാസമെല്ലാം ഉടഞ്ഞു പോയ വ്യക്തിയല്ലേ? But that night you lost all your faith because of some pain. പക്ഷെ പരിശുദ്ധാത്മാവിൽ പറയുകയാ, But in the Holy Spirit I tell you, നിന്റെ ഹൃദയ വിചാരങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. God knows all the thoughts of your heart. നീ എന്ത് പറയുമെന്ന് ദൈവത്തിന് അറിയാം. God knows what you will say. നീ എന്ത് ചിന്തിക്കുമെന്ന് ദൈവത്തിന് അറിയാം. God knows what you will think. പക്ഷെ അവൻ നിന്റെ കാര്യങ്ങളെ സാധ്യമാക്കി തന്നിട്ടല്ലാതെ അവൻ പോകത്തില്ല. He will not go unless he has completed what he has promised to you. അവൻ അത് ചെയ്തു തരുമ്പോഴാണ് നിനക്ക് മനസ്സിലാക്കുന്നത് എന്റെ പ്രശ്ന പരിഹാരകൻ അന്ന് എന്നെ വിളിച്ച ദൈവം തന്നെ ഇന്ന് ഞാൻ കണ്ണാൽ കാണുന്നു. That today you will understand the same God I called during my pain is the one who released me. I see him by my eyes. പരിശുദ്ധാത്മാവ് ഈ സഭയോട് ദൂത് വിളിച്ചു പറയുന്നു, The Holy Spirit tells this church. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കണ്ണാൽ കാണുന്ന വിടുതൽ നടക്കും. Hallelujah. ആത്മാവ് സഭയോട് വ്യക്തമായി പറയുന്നു, You shall see with your eyes deliverances. കാണുന്ന വിടുതലുകൾ സംഭവിക്കും. Oh, deliverances will take place. നിന്റെ ഭർത്താവിന്റെ മാനസാന്തരം ഉണ്ടാകുന്ന രാത്രി. Hallelujah. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാ, The Holy Spirit is നിന്റെ saying, ഭർത്താവ് സന്ദർശിക്കുന്നു.
God is visiting your husband. നിന്റെ വീടിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. The angel of God is coming to you. നിന്റെ വീടിന്റെ അകത്ത് പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയെ പിടിക്കാൻ പോയിട്ടുണ്ട് ഒരുവൻ. God is going to take care of the fellow who made problem in your house. നിന്റെ പ്രാർത്ഥന നിർത്തുന്ന പറഞ്ഞ വ്യക്തിയോട് സംസാരിപ്പാൻ ദൈവം പോയിരിക്കുക. The one who said stop your prayer, God is gone. ഇനി ബൈബിൾ വായിക്കരുതെന്ന് പറഞ്ഞ വ്യക്തി നീ കാണാൻ പോകുന്ന ബൈബിൾ വായിക്കുന്നത്. The one who told you don't read, he is going to see you reading the Bible. ഇവിടെ ആരാധനയ്ക്ക് വിടാത്ത വ്യക്തി കൂടെ ആരാധനയ്ക്ക് വരാൻ പോവുകയാ. Oh, the one who will not let you go for Yes, he is going to let you go. യേശുവിനെ ആരാധിക്കേണ്ട ദൈവജനത്തെ തടയുന്ന പറവോന്ന ശക്തികൾ തകർന്ന രാത്രി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദബല ബൗഷാരകദ അന്തല ബൗഡബരാര അന്തല ബലബല ബൗഷബ്ദാരാബാര ബാബ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അച്ചു റബപ്പബരി ബല ബൗഷബ്ദാരാബാര ഉദബര ശംദൽ ബൗഡബരഗത്തുഡബല ബാബ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. The Holy Spirit says, യേശുവിന്റെ ശിഷ്യന്മാരെ യേശു രക്ഷിച്ചുവെങ്കിൽ, if Jesus was saved by his disciples were saved by Jesus, നിന്നെയും രക്ഷിക്കും. he will help you also. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വരെ ഭൂതം എന്ന് പറഞ്ഞതാ. Even Jesus' disciples called him a demon. അവരെന്തുകൊണ്ട് പറഞ്ഞു? Why did he say that? അറിയാതെ പറഞ്ഞതാ. They did not know. That is why they said that. നമ്മൾ കർത്താവാരെന്ന് അറിഞ്ഞവരാ. We are those who know who Jesus is. ഇനി മേലാൽ അറിവില്ലാത്ത വാക്ക് പറയരുത്. In future, don't speak bad words. Addi. ഈ സഭയുടെ ദൂതായത്. This is a word for the church. വിടുതൽ ഇല്ലെന്ന് നീ പറയരുത്. Never say there is no deliverance. നീ നിന്റെ പ്രശ്നം കൂടുമ്പോൾ നീ പറയണം ഞാൻ വിടുവിക്കപ്പെടാൻ പോകുകയാ. If your problem is rising, say there is going to be deliverance. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു കേൾവി കേട്ടു. I once heard like this. അതിഭയങ്കരമായിട്ട് ഈ മോഷണം നടത്തുന്ന ഒരു പയ്യൻ, A man who was an expert in stealing. പോലീസുകാർ വന്ന് ആദ്യം അവനെ പിടിച്ചോണ്ടു. The policeman will always take him first. കാരണം അദ്ദേഹം ഏത് സ്ഥലത്ത് ചെന്നാലും മോഷണമേ നടത്തത്തുള്ളൂ. Wherever he goes, he's an expert stealer. അവിടെ പുതിയൊരു ഉദ്യോഗസ്ഥനോട് വന്നു. A new person came. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതാണ്. This is what I heard. അദ്ദേഹം ഈ കള്ളനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി. He took the thief and put him in the police vehicle. അദ്ദേഹം വണ്ടിക്കകത്തിരിക്കപ്പെടുമ്പോൾ When he was in the jeep, കള്ളനെന്നതായ ഒരു സ്വഭാവം പോലും അയാൾ കാണിച്ചില്ല. he did not show him any difference that he is a thief. അയാൾ അവിടെ ഇരുന്നോണ്ട് പറയാൻ തുടങ്ങി. He told him like this. എനിക്ക് ഇന്ന ആൾക്കാരുണ്ട്. I have so and so people. ഞാൻ ആരെന്നറിയാമോ? You know who I am? ആ പുള്ളിയെ പോലീസ് ഇറക്കി വിട്ടിട്ട് പോയി. No, the policeman just left the thief and went away. Hallelujah. നിന്റെ വായിലിരിക്കുന്നു വാക്കുകൾ, അത് വിടുതന്റെ വാക്ക് നീ പറയണം. I've said this in the church hundreds of times. Speak words of deliverance. Cast away negative words in Jesus' name. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു കേട്ടൊരു കേൾവിയാ. What I told you just before is something I heard. അടുത്ത് ഞാനൊരു കാര്യം കൂടെ ദൈവ പൈതന്റെ അധികാരം പറയട്ടെ. Let me tell you the authority of a child of God. മദ്യപിച്ച് റോഡിൽ നിൽക്കുന്ന ഒരു ആളിനോട് എത്ര പൊക്കമുള്ള ഒരാൾ വന്നിട്ട് കേറിപ്പോടാ എന്ന് പറഞ്ഞാലും, even if a very tall and healthy man comes to a person who's an alcoholic standing in front of the road, അവൻ കേറി പോകത്തിൽ അവൻ ചോദിക്കും നീ ആരാണെന്ന് ചോദിക്കും. he will not go up, he will ask, who are you? എന്നോട് കേറി പോകാൻ പറയാ, നീ ആരാ? Who are you to tell me to go up? നിനക്കാര അധികാരം തന്നെ? Who gave you the authority? എന്നാ ഞാൻ ചോദിക്കട്ടെ, but I ask you, ഒരു ഉണക്ക പോലീസ്, a policeman who is thin, ഒരു തൊപ്പിയുടേതാകുന്ന ബലം മാത്രം, he has only one authority, that is of the cap. ആടി maybe he's scared, he comes to you, അവിടെ ചെന്നിട്ട് പറയാ, he stands there and says, പോടാ, go. Hallelujah. കഴിവ് കൊണ്ടല്ല പിശാച് പോകുന്നത്. The devil doesn't go seeing your muscle. നിന്റെ മേലെ അധികാരമുണ്ടെങ്കിൽ അത് പോകും. If there is authority on you, the devil will go, പോടാ. പരിശുദ്ധാത്മാവിൽ പറയാ, in the Holy Spirit, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം തിരിച്ചറിയണം. you should know the authority God has given to you. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവരത്തെ ചവിട്ടുവാൻ നമുക്കാണ് അധികാരം. We have been given an authority to tread upon serpents and scorpions. authority. അധികാരം നീ ഉപയോഗിച്ചാൽ മാത്രമേ അവിടെ ജയം ഉണ്ടാകത്തുള്ളൂ. Only if we use the authority there will be victory. അവിടെ നിനക്കാണ് ആ ശുശ്രൂഷ.
In your house, in your area, you have the ministry. ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് ഞാൻ ശക്തമായ ആലോചന വിളിച്ചു പറയുന്നു. Tonight I tell the people of God a powerful counsel. അനേക വ്യക്തികളുടെ വിടുതൽ ഇന്ന് രാത്രി സംഭവിച്ചിരിക്കുകയാണ്. Many people have been released by God tonight. യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ When Jesus went to the disciples, ശിഷ്യന്മാർക്ക് വരെ സംശയമായി പോയി ഇത് യേശു ആണോ എന്ന്. even the disciples were wondering if this really was കഴിഞ്ഞ Jesus. നാളുകളിലും നീ ഈ വചനം കേട്ടിരിക്കാം. You may have heard the same word in the past years. മുമ്പും ഇതേപോലെ ദൂത് കേട്ടിരിക്കാം. You must have heard this kind of word even before. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി എന്നോട് ആത്മാ പറയാൻ പറയുകയാ. But the Holy Spirit is telling me to tell you. നീ വലഞ്ഞ് 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 അവസാനത്തിൽ പോയി. Some of you have come to an end of your life. അതുകൊണ്ട് നീ വിടുവിക്കപ്പെട്ടേ മതിയാവുന്ന ദൈവം ആഗ്രഹിക്കുന്നു. This is the time for your deliverance. ഇത് Glory. ഭയങ്കരമായ ഒരു ദൂതാവസ്ഥ സത്യമായത് പരിശുദ്ധാത്മാവ് ഈ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. Don't look here and there. ഇത് വിശ്വസിക്കുന്നവർക്ക് ഇത് ദൂത. If you believe tonight is a night for you, don't worry about other people. Hallelujah. ദൈവത്തിന്റെ വലിയ അതിശയം ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുന്നതിന് അറിയുന്നുണ്ട്. I know that the miracle of God is released. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇല്ലയോ? യേശു ക്രിസ്തു തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ, The minute they recognized Jesus, ഇവരെ ഭയപ്പാട് യേശു തിരിച്ചറിഞ്ഞ പാട് തന്നെ, the minute they knew his fear, യേശു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട. Jesus says do not fear. Oh glory. പേടിച്ചിരുന്നവൻ ആദ്യത്തെ വാക്ക് ഭയപ്പെടണ്ടെന്ന. The first word he says, fear not. നിന്നെ പേടിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ നിന്റെ പേടി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. If there is a demon that tries to scare you, there is a God who removes that fear. പേടി ദൈവം മാറ്റി കഴിഞ്ഞു. Your fear has been removed. നിന്റെ നിരാശ ദൈവം മാറ്റി കഴിഞ്ഞു. God has removed your distress. നിന്റെ തലവേദന ദൈവം നീക്കി കഴിഞ്ഞു. God has removed your headache. നിനക്ക് ജയം വരിക ഇല്ലെന്ന് പറഞ്ഞ് നിന്റെ വായ് കൊണ്ട് തന്നെ പറയാൻ പോകുന്ന ജയം വന്നു. You are going to say with your own mouth there is victory. ഇതിനകത്ത് അനേകർ സാക്ഷ്യം പറയാൻ പോവാ. Many people are going to take testimony. Glory. യേശു എനിക്ക് സൗഖ്യം തന്നു. Jesus gave me victory. യേശു എനിക്ക് വിടുതൽ തന്നു. Jesus gave me victory. അത് രഹസ്യമായ വിടുതൽ നടക്കും. Secret deliverances will take place. ശരീരത്തിന്റെ അകത്തുള്ള മുഴകൾ യേശു അപ്രത്യക്ഷപ്പെടുത്തും. Some of the ulcers are going to go away. ശരീരത്തിന്റെ അകത്തുള്ള വേദന ദൈവം അപ്രത്യക്ഷപ്പെടുത്തും. Some pain inside is going to go away. പുറത്ത് പരസ്യമായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്ന നിന്നെ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കുക. Jesus is healing you tonight. Oh. Oh, oh, oh. Praise the Lord. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു. Jesus told his disciples, I am. പത്രോസ് ചോദിച്ചു നീ ആണെങ്കിലേ, Jesus said, if it is you, ഈ വെള്ളത്തിന്റെ പുറത്തൂടെ നിന്റെ അടുത്ത് വരാനൊന്നും എന്നെ അനുവദിക്കണം. please allow me to walk over the waters near you. Glory, glory. Amen. ഹല്ലേലൂയ. Yeah, Rabash, എത്ര കൃത്യമാ ദൂതെന്നറിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Let me ask you. ഈ യേശു ക്രിസ്തു ആണെന്ന് അറിഞ്ഞ പാട തന്നെ The minute they knew it was Jesus, oh, ഈ പടകിൽ അനേക ശിഷ്യന്മാരിപ്പുണ്ട്. there are many people in the boat. ഒരുത്തൻ മാത്രം സംസാരിക്കാനുണ്ടായിരുന്നു. Only one man was talking. അവൻ മുങ്ങിയും പോയി. He fell down. Hallelujah. Glory. മുങ്ങുന്നവനെ പൊക്കാൻ യേശുവുണ്ട്. Jesus comes to lift the one who was drowning. Glory. ആരുമില്ല. വിടുതലായോ? 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 വിടുതലായെന്ന് പറ. വിശ്വാസത്തിൽ പറ. Say you have been delivered in the name of Jesus. By faith I am delivered. Glory. Glory. നീ ആരുടെ വാക്ക് കേട്ടിട്ടാ സ്നാനപ്പെട്ടെ? How did you get baptized? Whose word did you hear? നീ ആരുടെ വാക്ക് കേട്ടിട്ടാ ഈ ആരാധനയ്ക്ക് വന്നത്? Whose word did you hear? You came to this worship. യേശു ദൈവമാണെന്നും ദൈവവചനം സത്യമാണെന്ന് അറിഞ്ഞിട്ടല്ലേ നീ കാൽ മുമ്പോട്ട് വെച്ചത്? Did you not take a step of faith knowing Jesus is God and the word of God is true? എങ്കിൽ നിന്റെ കാല് ആ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും നിന്നെ പൊക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തു നിന്റെ അടുത്തില്ലേ? If though even when you have struggling, there is a Jesus that can lift you up. നിനക്ക് കരം തരുന്ന കർത്താവിനെ ഇന്ന് രാത്രി നീ കണ്ണാൽ കാണാൻ പോകുക. You are going to see the Jesus tonight with your eyes. ഇത് വിശ്വാസത്തോടെ ഞാൻ പറയുന്നതല്ല, നിനക്ക് അനുഭവത്തിന്റെ സാക്ഷ്യം ഇവിടെ പറയാൻ കഴിയുമെന്ന് ദൈവാത്മാ പറയുന്നു. The Holy Spirit says you will be able to come and say, I saw Jesus. പരിശുദ്ധാത്മാ വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. The Holy Spirit tells me very clearly. നിനക്കൊരു സാക്ഷ്യത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം. Tonight is a night of testimony.
നീ ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോകുമ്പോ പ്രാർത്ഥിച്ചു പോ. When you go home tonight, pray and go. വരുന്ന ഞായറാഴ്ച ദൈവമേ എനിക്ക് ഇവിടെ ഒരു സാക്ഷ്യം പറയണം. Lord, next Sunday I want to testify. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിവിറയ്ക്കുന്ന സാക്ഷ്യമായിരിക്കും. When everybody listens to that, people must tremble. അത് സ്വർഗ്ഗത്തിൽ ദൈവം ചെയ്യുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. That night is the night the God of heaven will do it. ഞാൻ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് കാണുകയാണ്. I say in the Holy Spirit. ഇതിനകത്ത് വളർന്നു വരുന്ന ചില വ്യക്തികള് ദുഷ്ടനായിരിക്കുന്നവന് ഇരുത്തിക്കളയാൻ നോക്കുന്നുണ്ട്. There are some people who God is raising up. The devil is trying to push you down. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, In the Holy Spirit I tell ഈ you. ഉപവാസ പ്രാർത്ഥന ഒരു ബോംബ് പോലെ ഈ ശക്തിയെ പൊട്ടിച്ചു കളയും. Oh! The Holy Spirit is going to break away that bondage with this power. നിന്റെ തലയെ ഉയർത്തുവാനാ ഈ ഉപവാസത്തോടെ വെച്ചിരിക്കുന്നത്. This fasting is to lift your head. ഈ സഭയുടെ തല ഉയർത്തുവാനാ ദൈവം ഈ ഉപവാസം വെച്ചിരിക്കുന്നത്. God is called this fast to lift your head. നിനക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ ഇവിടെ വന്നിട്ടുണ്ട്. God has come here for you. നടക്കുവാൻ കഴിയാത്ത ഒരു പത്രോസിന് അവിടെ കൂടെ നടത്തുന്നത് കണ്ടോ? There is to make a Peter who cannot walk. പേടിച്ചു വിറച്ചതായിരിക്കുന്ന പത്രോസ് ഇപ്പോ പേടി മാറിയത് എങ്ങനെയാണ്? How is Peter now without fear? വരേണ്ടവൻ വന്നു കഴിഞ്ഞപ്പോൾ, The one who has to come and he came. ചവിട്ടേണ്ടതിനെ യേശു ചവിട്ടി കഴിഞ്ഞപ്പോൾ, When the one who has to be trampled was trampled by Jesus. പേടിച്ചു നിന്നവൻ ശക്തനായി മാറി. The one who was scared began to become powerful. നിന്റെ പേടി ഇന്ന് രാത്രി മാറുകയാണ്. Your fear is going away tonight. നിന്റെ തലമുറ കൊണ്ടുള്ള പേടി മാറുകയാണ്. Your fear because of your generation is going away today. നിന്നെ അലട്ടിക്കളഞ്ഞ രോഗബന്ധനം അഴിയപ്പെടുകയാണ്. The disease is going away today. നീ പൂർണ്ണമായി ഇന്ന് രാത്രി വിശ്വസിക്കുക. Just believe tonight. നിന്നെ ധൈര്യത്തോടെ ദൈവം വീട്ടിൽ പറഞ്ഞയക്കാൻ God പോകുകയാണ്. is going to send you with power. നീ ധൈര്യം സംഭരിച്ചു പോകണം. Go with strength of the Lord. വചനം നിന്നെ ധൈര്യപ്പെടുത്തുന്നതാണ്. Let the word strengthen you. വചനം നിന്റെ ധൈര്യം കെടുത്തുന്നതല്ല. No, the word will not take you വചനം നിന്നെ away. സൗഖ്യമാക്കുന്നതാണ്. The Lord is going to strengthen you. വചനം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ്. The Lord is going to lift you up. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു. The Holy Spirit says clearly. നിന്നെ ധൈര്യപ്പെടുത്തുന്നു ദൈവാത്മാവ്. The Holy Spirit who strengthens you. നിന്റെ ഹൃദയത്തിൽ അങ്ങനെ പൊങ്ങി വരട്ടെ. Let it come up today. എനിക്കൊരു ധൈര്യം വരുന്നു. I am bold. ഇതിനെ ജയിക്കാൻ കഴിയും. I will be able to overcome. ഇതിനെ പൊളിക്കാൻ കഴിയും. I can destroy. ഇതിനെ ജയിക്കാൻ കഴിയും. I can overcome. നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു തുടങ്ങാം. Say in your heart. നിന്റെ വായ് കൊണ്ട് പുറത്തു വരട്ടെ. Open your mouth and say. നിനക്കത് ചെയ്യാൻ കഴിയും. I can do it. ഹല്ലേലൂയ. Hallelujah. ഉത്തമര ശംദര ബൗഡ രഗത്തുട ബലബബ രാദരഗടഗല ഗത്തൽ പൗഡ രക്കാര ബലബബ അംബൽ ചൊടബല ബൗഷ രഗ ദഗൽകട ഗൗഡ ബനാദര ദൂത പരബല ബൗച്ചം ദരബല ബൗച്ചം ദരാദിബ നിന്നെ ഉടച്ചു കളയാൻ നോക്കുന്ന ദുഷ്ടശക്തികൾ, നിന്നെ തകർത്ത് കളയാൻ നോക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുകയാണ്. ചില വിഭാഗങ്ങളെ തടഞ്ഞു പോരാടുന്ന, ചില സ്നാന ശുശ്രൂഷകളെ തടഞ്ഞു പോരാടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രിയിൽ ഇതാ യേശുവിൻ നാമത്തിൽ അത് പൊട്ടിത്തെറിക്കുക. Yes. Some baptisms that are supposed to take place, there was an opposition. God is removing it. Some bad words spoken against the church, the Lord is releasing it, destroying it tonight. Glory. പരിശുദ്ധാത്മാവ് ചില ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോയതാകുന്ന ചില വ്യക്തികൾ പരിശുദ്ധനാകുന്ന ദൈവം തമ്പുരാൻ ആമേൻ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താൻ പോകുക. Some people who are addicted to liquor, God is going to bring into the church and baptize them. Glory. നടക്കും. പരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ വലിയൊരു ശക്തി, വലിയൊരു പ്രവർത്തനം നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക തരത്തിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു വലിയ പ്രകാശം അടിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. Tonight a big light is going to come into your house. ഇത് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. Glory. നിന്നെ ജോലി സ്ഥലത്ത് ഞെരുക്കുന്ന വ്യക്തി ഇനി ഞെരുക്കാൻ അവിടെ കാണത്തില്ലെന്ന് ദൈവാത്മാവിന്റെ ദൂത പറയുന്നു. The one who is opposing you in your job will not be there to oppose you anymore. നിന്റെ സന്തോഷത്തെ കെടുത്തുന്നത് അവിടമല്ലേ? Is not your happiness there? Glory. നിന്റെ സന്തോഷം കെട്ടുപോകുന്നത് നിന്റെ വീട്ടിലല്ലേ? Is it not in your house where your happiness is going away? ആത്മാവ് ദൂതി ഇന്ന് രാത്രി നിന്നോട് വിളിച്ചു പറയുന്നു. The Holy Spirit says tonight. നിനക്ക് സന്തോഷം തന്ന കർത്താവായ യേശുക്രിസ്തു, Jesus Christ, He gives you happiness. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, so that you may not lose the joy. അവൻ ചില ക്രിയകൾ ചെയ്യുന്നു. He is doing some works. Yes. 7 ദിവസം കഴിയപ്പെടും മുമ്പ് തന്നെ, before 7
days, നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയ ശക്തി, whatever destroyed your happiness, നിന്റെ നന്മയെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഷ്ട വ്യക്തികൾ, every person against you, ദൈവം ആരെന്നറിയുവാൻ to know who God is. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്ന് പറയുന്നു. He is going to do miracles, miracles, miracles. Glory. Oh. ഉടബല ശംദൽ പവട ബരഖത്ത് ഉടബല ബലബ ഉശാരബ ദൂതഗല ഗദര ഉടബല ബലബ ശംദന ബവട രാധാരഗ തുടബല ബബ രാധിരഗടഗല ഗത്തക്ഷുടം തലബ ഉശാരഗ തുടബല ബബ രാധിരഗടഗല ഗത്തക്ഷുടം തലബ ഉശാരബ ലൗഡബ രക്തന അംദല ബിലബല ബൗശാരഗ തുടബല ബൗ ശംദൽ പവട റീഖാബല നിന്നെ ഞാൻ എന്തു വില കൊടുത്തും മടക്കി പിടിക്കുമെന്ന് പറഞ്ഞ് നിന്റെ നേരെ വില പിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ക് പറയുന്ന ചില വ്യക്തികളെ ദൈവം സന്ദർശിക്കാൻ പോകുക. God is going to visit some people who are saying, no matter what, I will catch you. നീ എന്റെ കൂടെ ഇരുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ വിടത്തില്ല, നിന്നെ എന്റെ കൂടെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ആമേൻ നിന്റെ നേരെ വെല്ലുവിളിക്കുന്ന ചില ആമേൻ ദൈവവചനം വിട്ടുള്ള വെല്ലുവിളി ഇന്ന് രാത്രി അവസാനിക്കുന്നെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. The Holy Spirit is saying, you are worshiping with me, I am going to bring you back to my level. That person will be destroyed and the spirit will be destroyed. Glory. Sharpa പറഞ്ഞോ യേശുവിന്റെ നാമത്തിൽ. Oh, glory. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു. The Holy Spirit says, ദിവസം വരെ പറഞ്ഞ് according to the day, 2014 കഴിയും മുമ്പേ, before 2014 is over, എന്റെ കൂടെ ഈ വ്യക്തി വരുമെന്ന് പറഞ്ഞ് this person will come with me. എഴുതി വെച്ച എഴുത്തുകൾ, There are കേട്ടോ, എഴുതി വെച്ച എഴുത്തുകൾ, some people are using witchcraft. ഇന്ന് രാത്രി ആ എഴുത്തും ആ വ്യക്തിയും കത്തുന്ന രാത്രിയാ. Tonight, that person and the person who wrote it burning in Jesus' name. Yes, Pastor. ദൈവത്തിന്റെ ആത്മാവ് പറയാ, The Holy Spirit is നീ saying, ആരാധിക്കുന്നത് ഏതെങ്കിലും മരമുട്ടിയല്ല, you are not worshipping some wood. നീ ആരാധിക്കുന്നത് അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള ദൈവത്തെയാ. It is a God who has his eyes on fire. മാറത്ത് പൊൻകച്ച കെട്ടിയ കർത്താവിനെ നീ ആരാധിക്കുന്നത്. Hallelujah. The one who has a golden breast. അവൻ ഇറങ്ങി വന്ന് നിന്റെ കാര്യം സാധ്യമാക്കും. He is coming down and he is going to do things. യേശു പത്രോസിന് പറഞ്ഞു, Jesus told Peter, നിനക്ക് നടക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ ഇറങ്ങി വന്നേ. I came so that you can walk. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത റൂം നിനക്കിപ്പോ പ്രാർത്ഥിക്കാൻ കഴിയുന്ന റൂമായി മാറുന്നു. The prayer which you cannot pray is going to become a room of prayer for you. നിനക്ക് പാർക്കാൻ പറ്റാത്ത വീട് നിനക്ക് ഏറ്റവും പാർക്കാൻ പറ്റിയ വീടായി മാറുന്നു. The house which you cannot stay is going to be the house where you're going to be very happy. നിനക്ക് ആരാധിക്കാൻ പറ്റാത്തതാകുന്ന ഇടമെന്ന് പറഞ്ഞത് നിനക്ക് ആരാധിക്കാൻ ഏറ്റവും കൊള്ളാകുന്ന സഭയായി മാറുന്നു. Oh, the church where you don't like to worship is going to be the place where you're going to worship most. Glory. Hallelujah. ആഹാ, പേരെഴുതി വെച്ചേക്കാ. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം. I tell you in the Holy Spirit. ദൈവാത്മാവാ ഇത് തൊടുന്നത്. It's the Holy Spirit is speaking. ഇതൊന്ന് ഏറ്റെടുക്കണേ please. ഞാൻ ഈ പ്രയർ ലൈനിൽ മെസ്സേജ് കൊടുത്തിട്ട് When I pray in the prayer line, അത് ആമേൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് after I speak it out, ആമേൻ അത് ദൈവാത്മാവ് അങ്ങനെ തന്നെ തൊടുന്നുണ്ട്. the Holy Spirit is touching exactly. അത് ദൈവം കാണിക്കുന്ന കരുണയാണ്. It is the mercy of God. പരിശുദ്ധാത്മാവ് പോർക്ക് പറയുന്നതല്ല. The Holy Spirit will not tell you a lie. പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ചെയ്തിട്ടേ പോകത്തുള്ളൂ. The Holy Spirit will do it. ഒന്ന് വിശ്വസിച്ച് സ്വന്തം പറ. Oh, ഹല്ലേലൂയ. hallelujah. അത് നിന്നെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നേ. God is going to make you do it. മരിക്കുവാൻ പോയ പത്രോസ് നടക്കുന്നുണ്ടോ? Peter, who was about to die, is walking now. ഇവനെ ഒരു കാലത്ത് ഈ വെള്ളം ഇവനെ പേടിപ്പിച്ചു. At one time the water was scaring him. ഇപ്പോ ഇവനെ കണ്ടവൻ പേടിക്കുക. Now the water is scared of Peter. Oh. Ah. എടാ മന്ത്രവാദി, വരേണ്ടവൻ വന്നു കഴിഞ്ഞാൽ, when Jesus comes, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, when he comes where he wants to come, നമുക്കാണ് പിന്നെ നടക്കാൻ അധികാരം. then we are going to walk. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe? എത്ര പേർ വിശ്വസിക്കുന്നു? How many people? നിനക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ അനുവാദമില്ലേ? Are you not allowed to pray in your home? നിനക്ക് വീട്ടിൽ ബൈബിൾ വായിക്കാൻ Can അനുവാദമില്ലേ? you read the Bible? സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് നിനക്ക് അനുവാദം തരുന്ന രാത്രിയാണ്. Tonight you are giving a special permission to read the Bible and pray in your home. ദൈവമക്കൾ ദൂതേറ്റെടുക്കണം. Please take the word of God. നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന കീറിക്കളയേണ്ട കാര്യമില്ല. നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വ്യക്തിയുടെ ആ പ്രാർത്ഥന കീറിക്കളയണ്ട. They don't have to burn it by themselves. അത് നീ ടിക്ക് ചെയ്തോ. You tick it. Hallelujah. Glory.
Hallelujah. Praise the Lord. Praise the Lord. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, The Holy Spirit says, നീ വിശ്വസിച്ച ദൈവം, the God whom you believed, നീ ആരാധിച്ച ദൈവം, the God whom you worshipped, നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരകനാണ്. He is the solver of your problems. Amen. Amen. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, Jesus told his disciples, ഞാൻ വരാൻ അല്പം താമസിച്ചാൽ, even if I am a little delayed in coming, ഞാൻ വരാൻ അല്പം താമസിച്ചാൽ, even if I am delayed in coming, ഞാൻ അല്പം താമസിച്ച് ഞാൻ നിങ്ങളുടെ അടുക്ക വന്നാൽ, if I come a little delayed, നിങ്ങൾ എന്റെ പേര് വരെ മാറ്റിക്കളയും. you may even change my name. സത്യം എത്ര പ്രാവശ്യം മാറ്റി. ഷാർപ്പാ. മനസ്സിലാകുന്നുണ്ടോ? Hallelujah. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, I tell you one thing. അവർ അറിയാതെ പറഞ്ഞതാ. They said without knowing. ഒറ്റ കാര്യം ഓർത്തോ, Remember one thing. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. You should understand one thing. യേശുവിന്റെ ശിഷ്യന്മാരായാലും Even if you are disciples of Jesus, ഭൂതത്തെ പേടിയുണ്ട്. they are scared of the demon. പേടിയുണ്ടോ ഓർക്കെങ്കിലും? Are you scared of the demon? ഇവിടെ ഇല്ല, വീട്ടിൽ പോകുമ്പോഴേ ഉള്ളൂ. സ്വത്രം നമുക്ക് എല്ലാവർക്കും ഇല്ല. വീട്ടിൽ ചെല്ലട്ടെ. Hallelujah. സ്വത്രം പറഞ്ഞേ. Say glory. I'm not scared of the demon. രാത്രിയിൽ ഏതെങ്കിലും ഒരു കറുത്ത നിഴൽ കണ്ടാലും, If you see a dark shadow in the night, ഒരു ചെറിയ ലൈറ്റിന്റെ വെട്ടത്തിൽ ഒരു നിഴൽ പോകുന്ന കണ്ടാലും, if you see a small shadow in a small light, ഒരു സ്വത്രമെങ്കിലും പറയാതെ വായടക്കത്തില്ല. open your mouth and say praise the Lord. വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നോക്കും. You may probably get up and look. പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, I'm telling you in the Holy Spirit. നിന്റെ കണ്ണുകളിൽ നീ ഇനി കാണാൻ പോകുക നിന്നെ തകർത്ത ശക്തികളെ. നിന്റെ കണ്ണിൽ കാണാൻ പോവാ. You're going to see in your eyes the destroyer who was against you and the church. ഇത് ശക്തമായി പറഞ്ഞ ദൂത. ഇത് ഏറ്റെടുക്കോ, ഇത് സത്യമാ. ശക്തമായി ദൈവസഭയോട് പറയുക, അവന്റെ അവസാനം ഞാൻ കാണും പാസ്റ്ററെ. നിന്നെ തകർത്ത ശക്തിയെ അപ്പച്ചന്റെ ശക്തി വെളിപ്പെടുന്ന രാത്രിയാ. The power of witchcraft against you, my father's power will show me tonight, and you too. എല്ലാത്തിനും ഒതുക്കോ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, In the Holy Spirit. നീ ദൈവത്തിൻ്റെതാണ്. You belong to God. തിരയെ ആമേൻ ശാസിക്കാൻ കഴിയുന്നവൻ യേശുവാണ്. Jesus knows how to bring a calm into the sea. വെള്ളത്തിന്റെ പുറത്തുകൂടെ ചവിട്ടുവാൻ നടക്കാൻ കഴിയുന്നവൻ യേശുവാണ്. Jesus can walk over the water. അവൻ നടന്നു കഴിഞ്ഞാൽ, After he walks, അവൻ നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, he comes near us. അടുത്ത് നമ്മെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും. Then he will make us to walk over water. Amen. ഈ സഭ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് ദൈവം ചെയ്യിപ്പിക്കും. What this church will not do, God will make us do. Amen. നിനക്ക് നിന്റെ വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് നിന്നെ കൊണ്ട് ദൈവം അവർ കാണുക ചെയ്യിപ്പിക്കും. Oh, what your household said you cannot do, God will make you to do in front of them. Glory, glory, glory. Oh, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, in the Holy Spirit I say, വലഞ്ഞു പോയ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ വിടുതലായിരുന്നു യേശുക്രിസ്തു വന്നപ്പോൾ കണ്ടത്. the disciples saw the greatest deliverance when Jesus came. നീ വലഞ്ഞു പോയ വ്യക്തിയാണെങ്കിൽ ഇന്ന് നിനക്കൊരു ജയം ഉറപ്പാ. If you have been going through trouble, tonight is a night of victory. 2012 ഞാനൊന്ന് വലഞ്ഞു പോയി പാസ്റ്റർ. Pastor, in 2012 I was in a little bit of problem. 2014 ജനുവരി മാസം ഞാനൊന്ന് വലഞ്ഞു പോയി. 2014 January I was a little upset. Oh. Thank you, Lord. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Lord, pray for me, Jesus. Pray for ആ me. വലച്ചിൽ ഇന്നും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുക. Even today that problem is there. എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തരണം. My God, give me a deliverance. ഏതെങ്കിലും പ്രശ്നങ്ങളിൽ വലഞ്ഞു പോയവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, Any of you here who has ever been in any problem, അവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. only such people, listen to the word, only such people stand up. ഞാൻ ഇന്ന വിഷയത്തിൽ വലഞ്ഞുപോയി. I am really troubling in a problem. അതിൽ എനിക്ക് ഒരു വിടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. I have not been able to see a deliverance in that. എനിക്ക് ആ വലച്ചിൽ നിന്നും എനിക്ക് രക്ഷ പ്രാപിക്കണം. I want to be saved from that. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷമായിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയത്. After I took baptism, my problems began to rise up. ഞാൻ ഈ പള്ളിയിൽ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് പ്രശ്നം വർദ്ധിക്കാൻ Oh, തുടങ്ങിയത്. after I came to this church, problems began to start. ഞാൻ എൻ്റെ റൂമിനകത്ത് പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമായി ഇത്രയും പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. After I started praying in my room, all the problems started. ആ പ്രശ്നം ഇന്നും നിൽക്കുകയാണ്. That problem is still there. എനിക്കായി പ്രാർത്ഥിക്കണമെന്നുള്ളവർ എഴുന്നേറ്റ് നിന്ന്, Those who want to be praying
Jesus. Oh, Rabala Thank you, Lord. Shakabala. Thank you, Lord. Abhisheka Shakti. Oh. Hallelujah. Oh, rabba, 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 rabba. Thank ഇന്ന് you. രാത്രി ദൈവജനം വിശ്വസിക്കണം. People of God, we believe നമ്മൾ കേട്ടതായ ദൈവത്തിന്റെ വചനം the word which God gave you. നാശത്തിൻ്റെതാകുന്ന അനുഭവത്തിൽ എത്തിപ്പോയ ശിഷ്യന്മാരെ, The disciples who were terribly destroyed. നിങ്ങൾ നശിച്ചു പോകുന്നവരല്ലെന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ്. Jesus is proving you will not be destroyed. നശിച്ചു പോകുമെന്ന് തോന്നിയ ശിഷ്യന്മാരെ കൊണ്ട് Disciples who were about to be destroyed, നശിച്ചു പോകുന്നവരെ വിടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ചു. God used the same disciples who were destroyed. നശിച്ചു പോകുന്ന പലരെ പിടിക്കുവാൻ ഇതിനകത്തുള്ള ചിലര് ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യുന്നു. ജോർജ് ബ്രദറെ, ഒന്നും വിചാരിക്കല്ല. Glory. Hallelujah. Glory. Yes. God is going to use you to help people who are in the same situation. നീ നശിച്ചു പോയതായിരുന്നു, You were destroyed, പക്ഷെ സ്വർഗം നിന്നെ but God പൊക്കിയെടുക്കുന്ന has രാത്രി. lifted you up tonight. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, Today I tell you in the Holy Ghost, നമ്മുടെ ദൈവം our God ജീവിക്കുന്നവൻ. is a living God. ഇന്ന് കേട്ടതാക്കുന്ന ദൈവിക വചന ദൂതുകളും The word that you heard today, ഇന്ന് കേട്ടതാക്കുന്ന ദൈവാലോചനയും every counsel you heard, നിങ്ങൾ വായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. keep on saying with your mouth, എന്റെ ദൈവം ഇത് ചെയ്യും. our God will do it. വരുന്ന ഞായറാഴ്ച നിങ്ങൾക്ക് മേത്രമായ ഒരു സാക്ഷ്യമുണ്ടാകും. Next Sunday, you will have a beautiful testimony. ഞാൻ Amen. ഉറപ്പിച്ച് പറയുന്നു, ദൈവം അത് ചെയ്യും. I say it, God will do it. ഹല്ലേലൂയ. Hallelujah. വരും ദിവസങ്ങളിലും ദൈവവചനം പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കുന്നുണ്ടല്ലോ. The Lord is opening ways where I can preach for almost a week here. ദൈവവചനം എല്ലാവരും കടന്നു വരിക. Bring all the people, you all come. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ I ശരണപ്പെടുന്നു. trust in my God to pray for you. ഇന്ന് ചില ഭാഗങ്ങളുടെ മേൽ ദൈവം വിടുതൽ തന്നു. God send in certain areas of your life. വരും ദിവസങ്ങളിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. In the days, God will do amazing things. ചിലരെ അന്യഭാഷയിൽ ആരാധിക്കുവാൻ ദൈവം ആത്മാവിൽ നിറയ്ക്കും. Oh, glory. God is going to fill some people to worship in the spirit. Glory. ചിലർ ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ കാണത്തക്ക തരത്തിലും ദൈവം ഈ സഭയെ മാറ്റിക്കും. God is going to change this church so that you will be able to see visions and dreams. മങ്ങിയിരുന്നവരൊക്കെ പൊങ്ങി വരപ്പെടും. Glory. Those who were dim, you're going to come up light. ദൈവത്തിന്റെ അത്ഭുതം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. The miracle of God has started. ഈ ഉപവാസ പ്രാർത്ഥന ഈ സഭയുടെ ജയത്തിലേക്ക് കലാശിക്കുന്നു. This fasting prayer is going to the victory of my God. നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് ദൈവം മാറ്റും. This will change to be a miracle for God. ആമേൻ. എന്നെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. Pray for me, my family and my children. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless each one of you. Amen. Amen. Please